സോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷൻ നോക്കാണ്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പൈതൺ പ്രോഗ്രാംസ് ആണ്. ഓക്കെ, നമ്മുടെ S6ന്റെ പ്രാക്ടിക്കൽസിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പൈതൺ പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻലി 4-5 പ്രോഗ്രാംസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൈതൺ പ്രോഗ്രാംസ് നമ്മളിപ്പോൾ എഴുതിയിട്ടൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കോഡ്സ് നോക്കുന്നുണ്ട്, പിന്നെ അതിന്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വർക്കിംഗ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇപ്പോൾ എല്ലാവരും മോഡൽ എക്സാം ഒക്കെ ചെയ്ത് കാണും. ഓക്കെ, പലരും ചെയ്ത് നോക്കി കാണും. ഓക്കെ, അപ്പോൾ ഒരുവിധം ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഐഡിയാസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ പൈതൺ പഠിച്ചു. ഓക്കെ, പൈതൺ പഠിച്ച സമയത്ത് ഞാൻ അന്ന് പറഞ്ഞു, ഇപ്പോൾ കോഡിൽ ചെറിയ വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ സെമി കോളനൊക്കെ മാറിപ്പോയാലും എക്സാമിനേഷൻ കുഴപ്പമില്ല. കാരണം ആരും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രോഗ്രാംസിനെ അവിടെ റൺ ചെയ്യിപ്പിച്ച് നോക്കുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓരോ കുത്തും കോമയും ഒക്കെ ഉള്ളതും സെമി കോളനും ഹൈഫനും ഈക്വൽ ടു അങ്ങനെ എന്തെല്ലാം പങ്ക്ച്വേഷൻസ് ഒക്കെ വരുന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നമ്മൾ അവിടെ നോക്കിയിട്ട് പോകാനായിട്ട്. അപ്പൊ അതിൽ യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ചേഞ്ച് അവിടെ വരുത്താനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമുക്കിപ്പോ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ ടീച്ചേഴ്സ് വന്ന് നോക്കിയാൽ പോലും അവർക്ക് ചിലപ്പോൾ പേടിയിട്ടില്ല. നമ്മുടെ ക്ലാസ് നിൽക്കുന്ന ടീച്ചേഴ്സിന് പോലും ചിലപ്പോൾ എന്ത് ചെയ്തില്ല, അവർക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കോമ ഇല്ലാത്തതാണ് എന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് മാർക്കൊന്നും കുറയ്ക്കത്തില്ല, ഒരു കുറച്ച് മാർക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ കുറയ്ക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ എഴുതി വരുന്ന പ്രോഗ്രാംസ് ഏതാണ്ട് ഒരുവിധം കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഒരുപാട് എറേഴ്സ് ഒന്നും വരാൻ പാടില്ല. നമുക്കറിയില്ല, പൈതൺ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്ത് മിസ്റ്റേക്ക് ആക്കി നമുക്ക് എറേഴ്സ് വരും. നമ്മൾ തന്നെ ക്ലാസ്സുകളിൽ പലതവണ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടു കാണാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതിനെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാറുണ്ട് അവിടെ. ഓക്കെ, എറേഴ്സ് കാണിക്കും, നമ്മളിപ്പോൾ ഒരു കോമ ഇടുന്നതിലോ ഓക്കെ അങ്ങനെയൊക്കെ മിസ്റ്റേക്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമിനേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന് മാത്രമല്ല, നിങ്ങൾ ഇനി പൈതൺ എവിടെ പഠിച്ചില്ല, പൈതൺ അല്ല പ്രോഗ്രാമിംഗ് എവിടെ പഠിച്ചാലും പൈതന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ പഠിച്ചിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അത് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവാം. കാണാതെ പഠിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള കോമയും സെമി കോളും അതൊക്കെ അങ്ങ് മറന്നു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എറേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് റെക്ടിഫൈ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ വേറൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഓൺലൈൻ കമ്പൈലേഴ്സ് ഒക്കെ ആണെങ്കിൽ, നമ്മളന്ന് ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്ത ഓൺലൈൻ കമ്പൈലേഴ്സ് ഞാൻ ക്ലാസ്സിൽ കംപ്ലീറ്റ് പറഞ്ഞത്. കാരണം നമുക്ക് അവിടെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, പെട്ടെന്ന് പ്രോസസ്സ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്താ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് അവിടെ അതിന്റെ എറേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ക്ലാസ്സിൽ കൂടുതൽ ഞാൻ ഓൺലൈൻ കമ്പൈലേഴ്സ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അന്ന് എക്സ്പ്ലനേഷൻസ് ചെയ്തു തരുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ കമ്പൈലേഴ്സ് സാധാരണ എക്സാമിനേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഉപയോഗിക്കാൻ അങ്ങനെ സമ്മതിക്കത്തില്ല. ഓക്കെ, നമ്മൾ മെയിൻലി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ ഐഡിയൽ ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മൾ CMD കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കമ്പൈലേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായാലും ഒരു ഓഫ്ലൈൻ മോഡിൽ പൈതൺ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്ലാറ്റ്ഫോം ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് തരുന്നത്. ഓക്കെ, അങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ സാധാരണ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എക്സാമിനേഷന്. പിന്നെ എന്തെങ്കിലും ഒരു കേസിൽ നമുക്കിപ്പോ അത്തരം കമ്പൈലേഴ്സ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഓൺലൈൻ കമ്പൈലേഴ്സിലോട്ട് പോകാറുള്ളൂ. സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ എക്സാമിനേഷനും ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളണം. ഓക്കെ, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തില്ല, ചിലപ്പോൾ എറേഴ്സ് ഒന്നും എഴുതി കാണിച്ചെന്ന് വരത്തില്ല. ഓക്കെ, ചിലപ്പോൾ എറർ എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ കോഡ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇന്ന എറർ ആണ് അല്ലെങ്കിൽ ഇന്ന ലൈനിലെ എറർ ആണെന്ന് കാണിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവാം. ഓക്കെ, ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുക എന്നുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സ്ക്വയർ, ക്യൂബ്, സ്ക്വയർ റൂട്ട് ആൻഡ് ഫാക്ടോറിയൽ. ഓക്കെ, ഫാക്ടോറിയൽ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്ക്വയർ, ക്യൂബ്, സ്ക്വയർ റൂട്ട്, ഫാക്ടോറിയൽ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കേസിൽ പറഞ്ഞു. അപ്പൊ ഇതിൽ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രോഗ്രാം പോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് തന്നെ അവിടെ പഠിക്കുക. ഓക്കെ, അത് മാറ്റം നിൽക്കണ്ട. ബട്ട് ഇതിന്റെ ആ ഒരു മെത്തേഡ്, ഓക്കെ, പ്രോഗ്രാം എങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ അതിൽ എങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന രീതിയിൽ എഴുതാവുന്നൊന്നുമില്ല. ഓക്കെ, കാരണം ഇപ്പൊ നമ്മൾ 2+1 എന്ന് എഴുതിയാൽ നമുക്ക് 3 തന്നെ കിട്ടും, 1+2 എന്തിനു കിട്ടും, 3 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേറെ വ്യത്യാസമില്ല. ഇപ്പൊ ഒരാൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ തെറ്റാണ് പറയാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, എന്താണ് രണ്ടും അവിടെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസാണ് പ്രോഗ്രാമിൽ വരുന്ന എടുക്കുന്ന മെത്തേഡ്സ് വ്യത്യാസം വരാം. പിന്നെ ചില സമയം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിൽ നമ്മളിപ്പോ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലാതെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാൻ കേട്ടോ. അപ്പൊ ഞാൻ അതാണ് ഫസ്റ്റ് പറഞ്ഞത്, അവരോട് പഠിച്ചു വെച്ച് പ്രോഗ്രാം നോക്കുക,
ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ് ഇതിന്റെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അല്ലാതെ അടുത്ത മെത്തേഡ്സ് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാമിട്ട് പോകാലോ. അപ്പൊ നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പോകുന്നത് പറയുന്നത് ദാറ്റ് ഈസ് ഐഡിയലി ഷെൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ടോ, ഐഡിയലി പൈതൺ 3.12. ഓക്കെ, അത് ഓരോ വെർഷൻ ആയിരിക്കും. നിങ്ങളുടെ കോളേജിൽ ഇരിക്കുന്ന ഏത് വെർഷനാണ് ഇത് തന്നെ വേണമെന്നില്ല, കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് പൈതൺസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പൈതൺ ട്രെയിൻ ചെയ്ത് നോക്കാനായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയെങ്കിൽ അറിയാം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അയച്ച നോട്ടിനകത്ത് ഇതുപോലെ 1-2 ലൈൻസ് ഇട്ടിട്ട് നമ്മൾ അവിടെ എന്താ ഇൻപുട്ടും ഔട്ട്പുട്ടും. ഓക്കെ, അന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ഓൺലൈൻ കമ്പാരിസൺ ചെയ്യാം. കാരണം ഒരു സൈഡിൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, പ്രോഗ്രാം ചെയ്യാൻ പറ്റും, അപ്പുറത്ത് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ മെയിൻ ഉപയോഗം അല്ലെങ്കിൽ എന്റെ ഉപയോഗം പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു ഐഡിയലി ഷെൽ ഇനി അടുത്ത് എന്തെങ്കിലും ഒരു പൈതൺ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിലപ്പോൾ ഇതിലായിരിക്കും ട്രെയിൻ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സിനോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അപ്പൊ ഇതിന്റെ ജോലി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ഒരു ഇൻപുട്ട് കൊടുത്ത് ഒറ്റ ലൈനിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, കാരണം ഇപ്പൊ ഇവിടെ പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ കോട്ട്സ് കൊടുത്ത് ഹലോ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹലോ ഒന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹലോ അവിടെ പ്രിന്റ് ആയി വരും. മറ്റേ നമ്മൾ എന്ത് ചെയ്യും, റൺ ചെയ്യിപ്പിച്ചാണ് അപ്പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഇപ്പോൾ ഒറ്റ ലൈൻ ഒന്ന് പെട്ടെന്നൊന്ന് എന്താ ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെവിടെ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇവിടെ ഫയലിൽ പോയിട്ട് ഇത് ഈ ഐഡിയൽ ഷെല്ലിൽ യൂസ് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ. നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് വേറെ മെത്തേഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് കോളേജിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ജനറൽ കേസ് ആണ്. മോസ്റ്റ് കോമൺലി ഇത് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ PGയുടെ പ്രാക്ടിക്കൽസ് എല്ലാം നമ്മൾ ഐഡിയലി ഷെൽസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ബേസിലാണ് പറയുന്നത്. കാരണം UGയിൽ നമുക്ക് ഫസ്റ്റ് ടൈമാണ് പൈതൺ വന്നിരിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിലൊക്കെയാണ്. കമ്പ്യൂട്ടർ സയൻസിലും ഇതേ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, BC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലെല്ലാം ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ നേരെ പോയിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും എന്ത് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, തൊട്ട് മുകളിൽ കണ്ട ആ ഒരു വിൻഡോ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യാം. ഓക്കെ, അത് ക്ലോസ് ആവത്തില്ലെന്ന് തോന്നുന്നു, മിനിമൈസ് കിട്ടിക്കാം. ഓക്കെ, പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു നോട്ട് പാഡ് പോലെ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വേർഡ് പോലെ ഒരു എന്താ ജസ്റ്റ് ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ ഫംഗ്ഷൻസ് നമ്മുടെ കോഡ്സ് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ് കോഡ്സിനെ. ഓക്കെ, ഇനിയിപ്പോ എൻ്റർ ചെയ്ത സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, Ctrl+V കൊടുത്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അറിയാലോ. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ടൈപ്പ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഞാൻ 1 by 1 ലൈൻ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഇത് എന്ത് ചെയ്യത്തില്ല, റൺ ആവത്തില്ല. കണ്ടോ, സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് ഓക്കെ ടു സേവ്. ഓക്കെ, അതായത് നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു വേർഡ് പോലെയാണ് നിൽക്കുന്നത്. നമ്മളതൊരു പൈതൺ പ്രോഗ്രാം ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, ഇതിപ്പോ ഒരു പൈതൺ പ്രോഗ്രാം ആണെന്ന് വെച്ചാൽ അതിന് അങ്ങനെ അറിയത്തില്ല, ജസ്റ്റ് കുറച്ച് നമ്പേഴ്സും ലൈൻസും ഒക്കെ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പൈതൺ പ്രോഗ്രാം ആണ് എന്ന് നമ്മൾ ആ കമ്പ്യൂട്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ. കാരണം നിങ്ങൾ അറിയായിരിക്കും നമ്മുടെ ഒരു എന്താ കമ്പ്യൂട്ടർ നോർമലി ഒരു ഫയല്. ഓക്കെ, അതായത് നമ്മുടെ EXE ഫയൽസ് എന്ന് പറയും. ഓക്കെ, EXE ഫയൽ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നത് പ്രോഗ്രാം ഫയൽ, ഇതിനകത്തുള്ള ഫയൽസ് ആണ്. ഓക്കെ, നമുക്ക് .pdf അറിയാലോ. ഓക്കെ, PDF എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്താണ് PDF ഡോക്യുമെന്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, എക്സ്റ്റൻഷൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പിക്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം, JPG എന്ന് പറയാറുണ്ട്. ഓക്കെ, JPG എന്ന് പറയാറുണ്ട്. ദെൻ അതുപോലെ തന്നെ PNG എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയല്ല എക്സ്റ്റൻഷനാണ്. അപ്പൊ അങ്ങനെ പൈതൺ ഫയൽസ് ആണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്ത എക്സ്റ്റൻഷൻ ഉണ്ട്. ഓക്കെ, പൈതൺ ഫയൽസ് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എന്താണോ പേര് കൊടുക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, we have to add ഡോട്ട് എന്ത് ചെയ്യണം, PY, സ്മോൾ ലെറ്റർ PY എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ, എന്ത് കൊടുക്കണം, സ്മോൾ ലെറ്റർ PY. ഓക്കെ, ഡോട്ട് PY. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ റൂട്ടും ക്യൂബ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ എന്ന് മാത്രം കൊടുക്കുവാണ്. ഓക്കെ, SQUAR. ഓക്കെ, square.py. ഓക്കെ, അപ്പൊ square.py എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഒരു പൈതൺ പ്രോഗ്രാം ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സേവ് ചെയ്യും. ഓക്കെ, അങ്ങനെ സേവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് തന്നെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡയറക്ട്ലി ആ റണ്ണിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഇനിയിപ്പോ ഇത് ക്ലോസ് ചെയ്യുവാണേ. ഇവിടെ ഫയലിൽ പോയിട്ട് കണ്ടോ, സേവ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. ഓക്കെ, അതിൽ പോവുക. അതിനുശേഷം ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനിപ്പോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഫ്രീ ഉണ്ടാവുമല്ലോ അതിലൊക്കെ. ഓക്കെ, ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്തായാലും നോക്കുന്ന സമയത്ത് കാണണം. ഓക്കെ, അതിലങ്ങനെ നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യുന്നതിന് പ്രത്യേകം മാർക്കില്ല, ബട്ട് സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന് ചില ടീച്ചേഴ്സ് സേവ് ചെയ്യേണ്ടി പറയും. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ കണ്ടോ പൈതൺ ഫയൽസ് എന്നൊക്കെ തന്നെ വന്നിരിക്കുന്നത്, സേവ് ടൈപ്പ് പാസ് എന്ന് പറഞ്ഞിട്ട് പൈതൺ ഫയൽസ് തന്നെ വന്നിരിക്കുന്നത്. ബട്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ .py എന്ന് കൊടുത്തു വേണം സേവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ സ്ക്വയർ എന്നല്ലേ വിളിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു പേരിൽ കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് SQUARE സ്ക്വയർ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, .py. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, ഈ .py കൊടുത്ത് സേവ് ആയിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യത്തില്ല, അവിടെ സേവ് ആയിട്ട് റൺ ആവത്തില്ല. .html എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിന്റെ ഇതിലോട്ട് പോകും. വെബ് പേജ് ആണ് HTML എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിലോട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അങ്ങനെ നമുക്ക് .py ആണ് എന്ത് പൈതന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിത് ഫസ്റ്റ് ക്ലാസ്സിൽ എങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സേവ് ആയിട്ടുണ്ട് കണ്ടോ, നമ്മുടെ ആ ഒരു ഡെസ്ക്ടോപ്പിനകത്ത് square.py എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിട്ട് സേവ് ആയി. ഓക്കെ, പിന്നെ ഇതിനകത്തിപ്പോ വേറെ മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ മുകളിൽ ഇതിന്റെ പേര് കൊടുക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ കമന്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിന് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. ഓക്കെ, പിന്നെ പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, നമ്മളിത് ഇവിടെ നമ്മുടെ ഹാഷ് കൊടുത്തിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, സ്ക്വയർ. ഓക്കെ, സ്ക്വയർ കൊടുത്തോളൂ കേട്ടോ. റൈറ്റ് എ പ്രോഗ്രാം വേണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ പേര് ക്വസ്റ്റ്യൻ തന്നെ അവിടെ എടുത്ത് എന്ത് ചെയ്യാം, ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ കേസസ് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ബട്ട് എന്നാലും അവിടെ മോസ്റ്റ് കോമൺലി എന്താണ് ഏതാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന സ്ക്വയറും ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കവിടെ സ്ക്വയർ വേണം, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് വേണം. ഓക്കെ, എന്ത് വേണം, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്. ഓക്കെ, നമുക്ക് അവിടെ സ്ക്വയർ റൂട്ട് എന്താണ് അവിടെ ആവശ്യമാണ്. അപ്പൊ ഇതില് ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും ആവശ്യമായതുകൊണ്ട് ഓക്കെ, നമുക്കിപ്പോ സ്ക്വയർ റൂട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഹോൾ റൈസ് ടു 1/2 എന്ന് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ ചെയ്ത സമയത്ത്, നിങ്ങൾ വേറെ മെത്തേഡിൽ ചെയ്ത സമയത്ത് നമുക്കിപ്പോൾ ഒരു നമ്പറിനെ സ്ക്വയർ റൂട്ട് എടുക്കാം. ഓക്കെ, സ്ക്വയർ റൂട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്, സ്ക്വയർ റൂട്ട് 25. സ്ക്വയർ റൂട്ട് ഓഫ് 25 നമുക്ക് 5 അല്ലേ വരുന്നത്. ഓക്കെ, സോ അപ്പോ 25 റൈസ് ടു 1/2. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടാം, വി ആർ ഗെറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്യാതെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ റൂട്ട് അവിടെ എടുക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ ചെയ്തിരിക്കുന്നത്, വി ആർ കോളിംഗ് ദ മാത്ത് ഫംഗ്ഷൻ. ഓക്കെ, അതായത് മാത്ത് ലൈബ്രറി. ഓക്കെ, നമ്മൾ 1-2 ലൈബ്രറീസ് ഉള്ളത് പഠിച്ചു, ക്ലാസ്സുകളിൽ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യാണ്, വി ആർ യൂസിംഗ് ദ മാത്ത് ലൈബ്രറി. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ മാത്ത് ലൈബ്രറി ഇതിനകത്ത് കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, പൈതൺ ലാംഗ്വേജ് നേരെ അതിന്റെ മാത്ത് ലൈബ്രറി അവിടെ ഓപ്പൺ ചെയ്യും. ഓക്കെ, എന്തിനാ മാത്ത് ലൈബ്രറി ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നമുക്ക് അവിടെ ഈ ഒരു മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് എന്ന് നമ്മളൊരു ഫംഗ്ഷൻ കണ്ടോ, മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് n. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ മാത്ത് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ നമ്മളവിടെ കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഹാവ് ടു കോൾ ദ മാത്ത് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പൊ നമ്മൾ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തില്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ലേ, ചെയ്യും. ഓക്കെ, എങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ഈ ഒരു വേയിൽ കൊടുക്കേണ്ടി വരും. ബട്ട് അതൊരു കറക്റ്റ് വേ അല്ല. ഓക്കെ, കറക്റ്റ് വേ അല്ല മീൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. ബട്ട് ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്. ഔട്ട് ഓഫ് സ്കോപ്പ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു മെത്തേഡിൽ അങ്ങനെ പറയാം. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അതിൽ പ്രോഗ്രാമിംഗ് ഉള്ളതുകൊണ്ട് ആ ഒരു ടോപ്പിക് അന്ന് ഞാൻ ലൈബ്രറീസിനകത്ത് പറഞ്ഞു തോന്നുന്നു മാത്തിന്റെ ഒരു കാര്യം. ഓക്കെ, എനിക്കത് കറക്റ്റ് ഓർത്ത് നിങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യത്തില് എന്തായാലും അതിപ്പോ അറിഞ്ഞിരിക്കാം. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ബട്ട് ഇപ്പൊ അത് ആവശ്യമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു മാത്ത് എന്ന ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ അതിനകത്താണ് നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതോടെ നിൽക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് എടുക്കുക. ഇത് എല്ലാ പ്രോഗ്രാമിംഗും നമ്മുടെ ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ട് എടുക്കണം. ഓക്കെ, എന്ത് ചെയ്യണം, ഇൻപുട്ട് എടുക്കണം. ഓക്കെ, ഇന്ന് സ്ക്രീൻ കാണാമല്ലോ. എനിക്ക് ഇതിനകത്ത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഫോണ്ട് കൂട്ടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് നോക്കട്ടെ, പറ്റുമെങ്കിൽ അത്യാവശ്യം ഫോണ്ട് ഒന്ന് കൂട്ടിത്തരാം, എങ്കിലും കാണാൻ പറ്റും. ഫോണ്ട് ഡിക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിലേ നിങ്ങളുടെ ആ സ്ക്രീൻ ഒന്ന് സൂം ചെയ്യാൻ പറ്റും. ലാപ്പിലാണെങ്കിൽ പറ്റത്തില്ല. ഫോണിലാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ഒന്ന് സൂം ചെയ്ത് വെച്ചത് കേട്ടോ.
ആ സമയം നിങ്ങൾക്ക് ഇതിന്റെ ഇത് മാത്രമായിട്ട് കാണാൻ പറ്റും. ആ പ്രോഗ്രാമിംഗ് മാത്രമായിട്ട് ഞാൻ സൈഡിലോട്ട് എഴുതത്തില്ല, ഞാൻ പ്രോഗ്രാമിന്റെ അടുത്ത് മാത്രമേ എഴുതുന്നുള്ളൂ ബോർഡിൽ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് വെച്ചാൽ മതി. അത്യാവശ്യം പ്രോഗ്രാം കാണില്ല, സൂക്ഷിച്ച് നോക്കലാണ്. സ്ക്രീനിൽ ഒരുപാട് ടൈം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുക. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഞാൻ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ PSCക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എപ്പോഴും സ്ക്രീനിൽ ഇങ്ങനെ ഇത്രയും ഫോക്കസ് ഇരിക്കരുത്. ഓക്കെ, അടുത്തൊരു ബുക്ക് കൂടി എടുത്ത് വെച്ചിട്ട് ഇത് നോട്ട് പ്രിപ്പയർ ചെയ്തോട് കൂടി വെച്ചപ്പോൾ അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസിന്റെ ആ ഒരു ഇത് കിട്ടും. ഓക്കെ, അത് എവിടെ പോലും കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതിലും ഒന്ന് സൂം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ദിവസം ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇന്റീജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സ്ക്വയർ റൂട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്തിനാണ്, ഇവിടെ നമ്മളിപ്പോ എന്തൊക്കെ എടുക്കാൻ പോകുന്നത്, ആ സ്ക്വയർ റൂട്ട്, ക്യൂബ്, ഓക്കെ, അത്രയും കേസ് സ്ക്വയേഴ്സും ക്യൂബ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇന്റീജർ വാല്യൂസിനാണ് എന്ത് ചെയ്യുന്നത് അവിടെ സ്ക്വയർ റൂട്ട് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ പോയിന്റ് വാല്യൂസ് അവിടെ എടുക്കുന്നില്ല. സോ നമ്മൾ ഫ്ലോട്ട് എന്നല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്റീജർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻപുട്ട് എടുക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, n ആണ് നമ്മുടെ എന്താ ഇൻപുട്ട്. ഓക്കെ, n എന്നുള്ള നമ്പറാണ് നമ്മൾ ഇൻപുട്ട് സേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അസൈനിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഈക്വൽ ടു എന്ന് വെച്ചാൽ അസൈനിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ ഇൻപുട്ട് ചെയ്യാതെ സ്റ്റോർ ആവും. ഓക്കെ, ഞാനിപ്പോ ഈ ഫസ്റ്റ് ഇതിൽ മാത്രമേ ഇതെല്ലാം പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അടുത്ത പ്രോഗ്രാം മാത്രം പറഞ്ഞു പോവാം കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അടുത്ത പ്രോഗ്രാമിംഗ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻപുട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് എടുക്കുക. അപ്പൊ ഇൻപുട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്റീജർ ആയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ നമ്മൾ ഇന്റർ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിട്ടോ ക്യാരക്ടർ ആയിട്ടോ ഒക്കെ പോകും. ഓക്കെ, നമ്പേഴ്സ് അല്ലാതെ ക്യാരക്ടർ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും അവിടെ ഇതിനകത്തോട്ട് ഇൻപുട്ട് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ പോവാതെ ഇന്റീജർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം അവിടെ എൻറ്റർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇൻപുട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇന്റീജർ ആണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് എന്തിനാ യൂസ്, ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. ഇൻപുട്ട് ഫംഗ്ഷൻ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇൻപുട്ടിൽ യൂസർ എന്ന് പറയുകയാണ് എന്റർ എ നമ്പർ. ഓക്കെ, ആ നമ്പറിന്റെയാണ് നമുക്ക് സ്ക്വയർ റൂട്ടും ക്യൂബൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇൻപുട്ട് വിളിച്ചു, എന്റർ എ നമ്പർ. ഓക്കെ, നമ്പർ എന്ത് ചെയ്യും എന്റർ ചെയ്യും. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് അവിടെ പുറത്ത് വരും. ഓക്കെ, എന്ത് ചെയ്യും ഔട്ട്പുട്ടിൽ കാണിക്കും, ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം. ഓക്കെ, എന്റർ എ പോസിറ്റീവ് നമ്പർ എന്നോ എന്റർ എ നെഗറ്റീവ് നമ്പർ എന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇമ്പോർട്ട് മാത്ത് ഫംഗ്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ടേക്കിംഗ് ദ ഇൻപുട്ട്. ഓക്കെ, ടേക്കിംഗ് ദ ഇൻപുട്ട് എടുക്കാം. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇൻപുട്ട് എടുത്തു. ഓക്കെ, കൺവേർട്സ് ദ ഇന്റീജർ. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ 5 എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും 5 ഇതിനകത്തോട് സേവ് ആവും. ഓക്കെ, 5 എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു 5 എന്ന് എന്ത് ചെയ്യും അതിനകത്ത് സേവ് ആവും. 5.5 എന്ന് കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല അവിടെ വരത്തില്ല. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, ദിസ് ഇസ് തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ടേക്ക് ദ സ്ക്വയർ. ഓക്കെ, എന്ത് ചെയ്യണം, നമുക്ക് സ്ക്വയർ വേണം. അപ്പൊ സ്ക്വയർ എടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു മാത്ത് ഓപ്പറേറ്ററുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അവിടെ ആവശ്യമില്ലല്ലോ. കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ജസ്റ്റ് നമുക്ക് അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എത്ര സോറി എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ അല്ലല്ലോ നമ്മുടെ പവേഴ്സ്. ഓക്കെ, അതായത് 5 into 5 എന്ന് കൊടുക്കണം. ഓക്കെ, 5നെ 2 തവണ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം 5നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 5 സ്ക്വയർ. ഓക്കെ, അപ്പൊ 5 സ്ക്വയർ അതായത് പവർ ഫംഗ്ഷൻ ആണ് ഈ 2 മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തത് നമ്മളന്ന് പഠിച്ചു. ഓക്കെ, ഒറ്റ സിംഗിൾ സ്റ്റാർ കൊടുത്താൽ എന്താണ്, ആ സിംഗിൾ സ്റ്റാർ കൊടുത്തെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷനും 2 സ്റ്റാർ കൊടുത്താൽ എന്താണ് പവർ. അതായത് 5^2 എന്ന് എഴുതുന്ന തുല്യമാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്, ദാറ്റ് ഈസ് 5 into 2 കൊടുക്കുന്നത്. ഓക്കെ, 5^2 കൊടുക്കുന്ന തുല്യമാണ് 5 into 2 നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അവിടെ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ. ഓക്കെ, അതായത് 5 into 2 എന്ന് കൊടുത്താൽ 5 മീൻസ് ഇവിടെ ഇപ്പൊ ഞാൻ n5 കൊടുത്തോണ്ടാണ്, അല്ലെങ്കിൽ n into 2 അതിന്റെ മീനിങ് എന്താണ് പവർ. ഓക്കെ, ഹോൾ റൈസ് ടു. ഓക്കെ, ഹോൾ റൈസ് ടു നമ്മൾ പറഞ്ഞ പകരമാണ് 2 മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നത്. നമുക്ക് അവിടെ അത് ഇങ്ങനത്തെ സിമ്പിൾസ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് പവർ ആവത്തില്ല. നിങ്ങളിപ്പോ കാൽക്കുലേറ്റർ നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് പവർ കൊടുക്കാറുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ അങ്ങനത്തെ ഫംഗ്ഷൻസ് അല്ല, നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ അത് പവർ ആയിട്ട് പോകത്തുള്ളൂ, മീൻസ് പവർ. ഓക്കെ, അതിന്റെ മീനിങ് വെച്ചാൽ പവർ എന്നാണ്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ. ഇപ്പൊ ഇതിനൊക്കെ അറിയുന്ന ടീച്ചേഴ്സ് വരുന്നെങ്കിൽ അവിടെ എന്തിനാണ് നിങ്ങൾ 2 മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുത്തേക്കുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വൈവ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വൈവ പ്രത്യേകിച്ച് പറഞ്ഞ് ചോദിച്ചില്ലെങ്കിലും ഈ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ മുൻപ് നോർമലി ചോദിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത് നമുക്ക് ക്യൂബ് വേണം. ഓക്കെ, അപ്പൊ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 5 ആണെങ്കിൽ 5^3 ആണ്. അപ്പൊ ഈ പ്രോഗ്രാമിൽ വേറെ മാറ്റം വരുന്നോ വേണ്ട. ഓക്കെ, നമ്മളിപ്പോ ഇൻപുട്ട് n ആയിട്ട് എടുത്തു, എന്നിൽ എന്ത് വരുന്നുണ്ടോ അതിന് എന്ത് ചെയ്യാം, റൈസ് ടു 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തായിട്ട് കിട്ടും, വി ആർ ഗെറ്റിംഗ് ദ
എന്ത് കിട്ടുന്നുണ്ട് ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും വി ആർ ഗെറ്റിംഗ് 5 ക്യൂബ് നമുക്ക് എന്ത് കിട്ടും ഫോർ എക്സാമ്പിൾ എത്ര 5 ക്യൂബ് വരുന്നത് 125 ഓക്കെ 125 എന്ത് കിട്ടുന്നുണ്ട് വി ആർ ഗെറ്റിംഗ് ദ 5 ക്യൂബ് ഓക്കെ 5 ക്യൂബ് കിട്ടുന്നുണ്ട് ആൻസർ കിട്ടും ഓക്കെ 5 ആണ് കൊടുത്തതെങ്കിൽ അടുത്താണ് നമുക്ക് സ്ക്വയർ റൂട്ട് വേണ്ടത് ഓക്കെ എന്ത് ചെയ്യണം സ്ക്വയർ റൂട്ട് അപ്പൊ സ്ക്വയർ റൂട്ടില് ഇതെന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഇവിടെ എന്ത് വേണം കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് വരും അതായത് സ്ക്വയർ റൂട്ട് ഇതെന്ന് കാണിക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അവിടെ നീ ഫംഗ്ഷൻ വരുന്നുണ്ടോ ഇല്ല ഫംഗ്ഷൻ എവിടെ നിൽക്കുന്നത് കോമ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ എന്താണ് പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്താ പ്രിന്റ് ചെയ്യേണ്ടത് math.sqrt that is sqrt means എന്താണ് ഇറ്റ് ഈസ് ഷോയിങ് ദ സ്ക്വയർ റൂട്ട് ഓക്കെ എന്താണ് സ്ക്വയർ റൂട്ട് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത് മനസ്സിലായോ ഓക്കെ സ്ക്വയർ റൂട്ട് കാണുന്നപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഓക്കെ എന്നിൽ എന്ത് ഇൻപുട്ട് വന്നോ അതിന്റെ സ്ക്വയർ റൂട്ട് ഓക്കെ എന്താണ് എന്നിൽ എന്ത് ഇൻപുട്ട് വന്നോ അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ എടുക്കുന്നത് ഓക്കെ അപ്പൊ അതില് എന്നിൽ ഇപ്പൊ എന്ത് ഇൻപുട്ട് വന്നിട്ടുണ്ടോ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ത് ചെയ്യും അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അവിടെ പ്രിന്റ് ചെയ്ത് വരും ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ എന്റെ ഇൻപുട്ട് കൊടുക്കുന്നത് 5 അല്ലേ ഓക്കെ 5ന്റെ സ്ക്വയർ റൂട്ട് വരും 5ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 2 സംതിങ് ഒക്കെ വരും ഓക്കെ 2 സംതിങ് ആണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ എക്സാക്ട് ആൻസർ അല്ല ജസ്റ്റ് ഒരു റേഞ്ചിലുള്ള ആൻസർ ആണ് വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ എന്തിനാണ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് മനസ്സിലായോ ഓക്കെ അതാണ് എന്തിനാ സ്ക്വയർ റൂട്ടിൽ അവിടെ വരുന്നത് അപ്പൊ ഈ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ട് മാത്ത് എന്ന ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ അല്ലാതെ നമുക്ക് എന്ത് വേണ്ട അവിടെ ഇമ്പോർട്ട് മാത്തിന്റെ അവിടെ മാത്ത് ഫംഗ്ഷൻ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം വി ഹാവ് ടു കോൾ ദ മാത്ത് ഫംഗ്ഷൻ എന്തിനു വേണ്ടി കാരണം നമുക്ക് അവിടെ സ്ക്വയർ റൂട്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണം ഓക്കെ നമ്മളിപ്പോ ഇവിടെ ഇമ്പോർട്ട് മാത്ത് കൊടുക്കാതെ ഈ കൊടുത്തു ഇതിന്റെ ലൈബ്രറി മിസ്സിംഗ് ആണെന്ന് കാണിക്കും ഓക്കെ അല്ലെങ്കിൽ ലൈബ്രറി ഇല്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു എറേഴ്സ് ആയിരിക്കും അവിടെ നമുക്ക് കാണിക്കുന്നത് ഓക്കെ ഇതിനനുശേഷം നമുക്ക് അവിടെ ഈ പ്രോഗ്രാമിൽ ഫാക്ടോറിയൽ കൂടി ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഓക്കെ ഫാക്ടോറിയൽ ഈ ഫാക്ടോറിയൽ മീൻസ് എന്താണ് നമ്മൾ എങ്ങനെയാണ് ഫാക്ടോറിയൽ എടുക്കുന്നത് ആ ഒരു നമ്പർ ഇപ്പൊ നമ്മൾ ലൂപ്പിംഗ് ആണ് ഓക്കെ ഇപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം 5 ഫാക്ടോറിയൽ മീൻസ് നമുക്ക് ഇവിടെ 120 വരും അപ്പൊ 5 into 4 into 3 into 2 into 1 ഓക്കെ അങ്ങനെ നമ്മൾ 5 ഫാക്ടോറിയൽസ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻസ് വരണം ഓക്കെ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഫാക്ടോറിയലിന്റെ വാല്യൂ എന്ത് ചെയ്യും ഫാക്ടോറിയൽ എന്നൊരു ഇത് അസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോ n ഈക്വൽ എന്ന് പറഞ്ഞ പോലെ ഫാക്ട് ഓക്കെ അതാണ് FACT കിട്ടിക്കുന്നത് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ അതവിടെ 0 പോകും ഓക്കെ കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് നമ്പർ 0 പോകും അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നമ്മൾ ഫാക്ടോറിയൽ നമുക്ക് 1 വരണം കാരണം 0 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാറില്ല ഇപ്പൊ 5ന്റെ ഫാക്ടോറിയൽ ചോദിക്കുകയാണെങ്കിൽ 5 into 4 into 2 into 1 ഓക്കെ into 0 എടുത്താൽ എന്താവും ആ കംപ്ലീറ്റിലേക്ക് 0 ആയിട്ട് പോകും അപ്പൊ 0 ഇല്ല അവിടെ ഓക്കെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫാക്ടോറിയൽ 1 എന്ന് അസൈൻ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ റേഞ്ച് കൊടുക്കുന്നുണ്ട് ദാറ്റ് ഇസ് ഐ ഓക്കെ ഫാക്ടോറിയൽ എന്ത് ചെയ്യണം ഓരോ പ്രാവശ്യവും ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക അത് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക FACT എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫാക്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പൊ ഓരോ തവണയും നമ്മുടെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവുന്ന എന്ത് ചെയ്യും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആദ്യം 1 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അപ് ടു ഏത് എൻഡ് ചെയ്യണം 5 വരെ അവിടെ എൻഡ് ചെയ്യണം ഓക്കെ 5 ആണ് ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അതൊരു എന്ത് ചെയ്യും അവിടെ എൻഡ് ആവും സോ ഇങ്ങനെ എന്ത് ചെയ്യും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻസ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിന് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഫാക്ടോറിയൽ ജസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് ദ ഗീവൺ നമ്പർ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണ് ഫാക്ടോറിയൽ ഓഫ് ദ ഗീവൺ നമ്പർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് പ്രോഗ്രാം ഏറ്റവും സിമ്പിൾ ആക്കി വെക്കാൻ പറ്റില്ല അതാണ് ബെറ്റർ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോ ചില കോളേജസിൽ കൊടുത്തതിൽ അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളതുണ്ട് ദ ഫാക്ടോറിയൽ ഓഫ് ദ ഗീവൺ നമ്പർ ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറിനകത്ത് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മുടെ യൂസർ കൊടുക്കുന്നതാണ് അവിടെ അതില് പൈതൺ ലാംഗ്വേജിന് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മനസ്സിലായല്ലോ അത് ഓക്കെ പഠിച്ചിട്ടുള്ള നമ്മുടെ എക്സാമിനേഷൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവർക്ക് അതിന്റെ ഐഡിയാസ് കിട്ടി കാണും ഓക്കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ അവിടെ അത്രയും പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടാലും മതി ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു പ്രോഗ്രാം അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യും ഫസ്റ്റ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതി കൊടുക്കും നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞവർക്ക് അറിയാം നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എഴുതി കൊടുക്കും ആ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം ടീച്ചർ ടിക്കറ്റിന് ശേഷം എന്ത് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ടൈപ്പിന് ശേഷം തൊട്ട് താഴെ എന്ത് ചെയ്യാം അതിന്റെ താഴെ നമ്മൾ ഔട്ട്പുട്ട് എന്ന് കൊടുക്കുക ഓക്കെ ഔട്ട്പുട്ട് എന്ന് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയോ ഇല്ല ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ ഔട്ട്പുട്ട് എടുക്കണം എങ്ങനെ എടുക്കും ജസ്റ്റ് നേരെ നമ്മുടെ ഇതിലോട്ട് പോവാം ഓക്കെ ഇതിലോട്ട് പോകണം ഇവിടെ കണ്ടോ റൺ എന്നൊരു ഓപ്ഷൻ കണ്ടല്ലോ കണ്ടോ റണ്ണ് ഇതിന് അവിടെ റൺ മോഡ്യൂൾ കൊടുക്കുക ദെൻ അതിൽ ഒന്നുകിൽ റൺ മോഡ്യൂൾ കൊടുക്കുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഫംഗ്ഷൻ കീസിൽ F5 എന്ത് ചെയ്താൽ മതി പ്രസ് ചെയ്താൽ മതി ഇതെന്ത് ചെയ്യും പ്രോഗ്രാം അവിടെ റൺ ആവും ഓക്കെ നമ്മളിപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു എഡിറ്റിംഗ് ചെയ്ത് കാണും അപ്പൊ അതാണ് വീണ്ടും അവിടെ സേവ് ചെയ്യാൻ പറഞ്ഞു സേവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തിനാ നമ്പർ ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഔട്ട്പുട്ടിൽ നമ്മൾ എഴുതേണ്ടത് മനസ്സിലായോ ഇതാണ് ഔട്ട്പുട്ടിൽ കൊടുക്കേണ്ടത്
ഈ പ്രിന്റ് ഹലോ ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തതാണ്, ഇപ്പോഴത്തെ അല്ല. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് അവിടെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു 5 നമ്പർ കൊടുക്കാം. ഓക്കെ, എൻ്റർ ചെയ്തു. വീണ്ടും നമ്മുടെ എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യും, ബാക്കി നമ്മൾ സ്ക്വയർ വരുന്നത് കേട്ടോ. 25 സ്ക്വയർ ക്യൂബ് വന്നു, എത്രയാണ് 125 ആണ്. ഓക്കെ, ഇതിനകത്ത് എന്ത് വന്നു, സ്ക്വയർ റൂട്ട് വന്നു, എത്രയാണ് 2.2360 ആണ് വരുന്നത്. ഓക്കെ, ഫാക്ടോറിയൽ എത്ര വന്നു, 120 എന്ന് വന്നു. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഒരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, നേരെ നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് എന്ത് ചെയ്യാം, പേപ്പറിൽ ഇതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. ഓക്കെ, ഏത് നമ്പർ ആണോ, നമുക്ക് അങ്ങനെ ഇന്ന നമ്പർ എന്ന് പറഞ്ഞു തരത്തൊന്നുമില്ല. ഓക്കെ, മിക്കപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക, ഏത് നമ്പർ ആണോ കൊടുക്കേണ്ടത് ആ നമ്പർ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. ഓക്കെ, പ്രോഗ്രാം അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ ഇനി പീസിലോട്ട് പോകുന്ന സമയത്ത് പൈതണിൽ ചെയ്യുന്നത് നമ്മുടെ ആ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് ഒക്കെ ഓർക്കുന്നുണ്ട്, ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചില്ല, ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ്, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോഗ്രാമിംഗ് നമ്മൾ C++ലും ഉണ്ട്, പൈതണിലും ഉണ്ട്. ഓക്കെ, C++ലും പൈതണിലും ഉണ്ട്. PGയിൽ പോകുമ്പോൾ S4 ഓക്കെ, ഞാൻ PGയുടെ കാര്യം പറഞ്ഞപ്പോൾ PGക്ക് പോകുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ പോകുന്ന ആ ഒരു സമയം, അതായത് ഇപ്പോൾ അടുത്ത മാസം റിസൾട്ട് വരും. ഓക്കെ, ഒരു 1-2 മാസം PG അഡ്മിഷൻ നടക്കുമല്ലോ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലോട്ട് പോവുകയാണ് നേരെ. ഓക്കെ, അതിൽ S4 ഒക്കെ പെട്ടെന്ന് നടക്കും. ഓക്കെ, 2 വർഷമല്ലേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ലാഗ് ഒന്നും ഉണ്ടാകത്തില്ല, നിറയെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വർക്ക് മീൻസ് ഇതൊക്കെ തന്നെ പഠിക്കാൻ തന്നെ നല്ല കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലോട്ട് പോകുന്ന സമയത്ത് ഇത് ഒരു 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് കാര്യം പഠിക്കും, വീണ്ടും ഇതിനോട് പഠിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കണക്ഷൻ പറഞ്ഞത്. ഓക്കെ, ഇല്ല ഇത് വെച്ച് നിർത്തുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സിനും അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് പൈതനോടെ പഠിക്കും. ഓക്കെ, അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും അപ്പൊ എവിടെ പോയാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് പൈതൺ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഐഡിയാസ് ഒക്കെ മനസ്സിലുണ്ടായിരിക്കാം. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ ഓർക്കണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഓരോ ഡോട്ട്സും സെമി കോളനും അങ്ങനെയൊക്കെ ഇല്ലേ. ഓക്കെ, അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി മനസ്സിലാക്കി വെക്കുക. കാരണം അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഒരു എറർ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ സ്ക്വയർ റൂട്ട്, ഇവിടെ ഈ ഡബിൾ കോട്സ് കൊടുത്താൽ ഇവിടെ കോമ കൊടുക്കാൻ പലരും മറന്നു പോകും. ഓക്കെ, നമ്മൾ ആരായാലും ഇവിടെ കോമ ഉണ്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അത് കൊടുത്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, കണ്ടോ, ഇൻവാലിഡ് സിൻടാക്സ്, ഇതിലിപ്പോ കോമ ഫർഗറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതിലിവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എവിടെ കോമ ഫർഗറ്റ് നിങ്ങൾ ഓർത്തെടുക്കും. ഓക്കെ, മനസ്സിലായോ? അവിടെ എറർ കാണിക്കും, പക്ഷെ എവിടെയാണ് കോമ പോയതെന്ന് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് പിടിയിട്ടു. കാരണം ഞാൻ ഞാനങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, DC ഒക്കെ ചെയ്ത സമയത്തൊക്കെ അത്രത്തോളം അങ്ങനെ ഭയങ്കര ഒരു ലെവൽ അല്ലെങ്കിൽ എറർ കണ്ടെത്തി ചെയ്യാനായിട്ട് എനിക്കും അറിയത്തില്ല. ഓക്കെ, ഞാനും പഠിച്ചെടുത്ത് അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്തത്. എനിക്ക് എറർ കിട്ടിയ ഉടനെ ഇന്ന എറർ ആണ്. ഓക്കെ, ഞാനതാണ് കൂടുതൽ അന്ന് പഠിപ്പിച്ച സമയത്ത് മറ്റേ ആ ഒരു ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഓൺലൈൻ കമ്പനീസ് അവിടെ കറക്റ്റ് എറർ കാണിക്കും. ഓക്കെ, കാരണം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എറർ ഇങ്ങോട്ട് ആണെന്ന രീതിയിൽ അവർ മാത്രമേ ആ ഒരു ലെവലിൽ പഠിക്കത്തുള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് ഇപ്പൊ BTech അങ്ങനെയൊക്കെ ഉള്ളവർ. ഓക്കെ, അല്ല നമ്മുടെ പോലെ ഫിസിക്സ് പഠിക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സർഫസ് ലെവലിൽ പഠിച്ചു പോകും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ കോഴ്സിൽ പോയാൽ നമ്മൾ ഇവിടെ പഠിച്ചതിന്റെ ആ ഒരു ലെവലിൽ മാത്രമേ അവിടെ പോയി പഠിക്കത്തുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ മാക്സിമം അതിന്റെ ആ ഒരു പ്രോഗ്രാമിംഗ് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, പ്രോഗ്രാമിംഗ് പഠിച്ചു വെക്കാം. പിന്നെ ഓരോ സിൻടാക്സുകളും കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എവിടെ കോമയുണ്ട്, എവിടെ ഇതൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ കേട്ടോ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കോമ നമുക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ, ഇവിടെ നമ്മുടെ കോമ വരുന്നത്. ഓക്കെ, സോ അതുപോലെ ഇവിടുത്തെ കോമാസ്, ഈ ബ്രാക്കറ്റ്സുകൾ. ഓക്കെ, ഇപ്പൊ ബ്രാക്കറ്റ്സ് ഒക്കെ ഇട്ടില്ലെങ്കിൽ അവർ മനസ്സിൽ കാണിക്കും ബ്രാക്കറ്റ്സ് ഇല്ല എന്നുള്ള രീതിയിൽ. കണ്ടോ, ഇവിടുത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യില്ല. അപ്പൊ അത് വായിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, വാസ് നെവർ ക്ലോസ്ഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് CMD ചെയ്യുന്നവർക്കാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ CMD ചെയ്ത് നോക്കിയിട്ടില്ല, അവിടെ എറർ കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് എറർ മെസ്സേജ് വരുന്നത്. ഓക്കെ, ഇതിൽ ഐഡിയലി ഷെൽ ഇതുപോലെ കാണിക്കും. ഓൺലൈൻ കമ്പൈലേഴ്സ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണിക്കും ഇന്നടുത്ത് എറർ ഉണ്ടെന്ന രീതിയിൽ. ഓക്കെ, ChatGPTയിലും ഇനി നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിലും ഏതാണ്ട് എറർ കാണിക്കും. ഓക്കെ, പക്ഷെ അതിൽ ഇൻപുട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇൻപുട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒന്നിൽ ഐഡിയലി ഷെൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ കമ്പൈലേഴ്സ് നോക്കാം, ഇല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, 1-2 ദിവസം ഉണ്ടല്ലോ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ, അപ്പോൾ ഒന്നാമത്തെ പ്രോഗ്രാമിംഗ് ഓക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോഗ്രാമിംഗ് ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡൗട്ട് ഇല്ല എങ്കിൽ റെക്കോർഡ് സെഷൻ കാണുന്നവരാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക, ഡൗട്ട് ഉള്ളത് ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്ക്വയർ റൂട്ട് ക്യൂബ്, ഇതിനെ സ്ക്വയർ ക്യൂബ് സ്ക്വയർ റൂട്ട് ഫാക്ടോറിയൽ. ഓക്കെ, ഫാക്ടോറിയൽ. അപ്പൊ ഇത്രയും ഡിറ്റർമിൻസിന്റെ പ്രോഗ്രാം ആണ് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാവുന്ന പ്രോഗ്രാമിംഗ് പറയുന്നത് സെക്കൻഡ് വൺ
write a program to find എന്ത് കണ്ടുപിടിക്കാനാ ലോഗരിതം ആൻഡ് ആന്റി ലോഗരിതം. ഓക്കെ, എന്താണ് ലോഗരിതം ആൻഡ് ആന്റി ലോഗരിതം. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലും ഈ മാത്സിന്റെ ആപ്ലിക്കേഷൻസ് പോലെയാണ് നമുക്ക് പൈതൽ വന്നിരിക്കുന്നത്. മുൻപ് C++ ആയ സമയത്ത് നമ്മൾ സാധാരണ ഫിസിക്സിലെ ഒന്ന് രണ്ട് ഈക്വേഷൻസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ അത് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ S2 പഠിച്ച S2 S1 പഠിച്ചതാണ്. ഓക്കെ, ഫ്ലൂയിഡ് ഡൈനാമിക്സിനകത്ത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് സാധാരണ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിസിക്കൽ MA, ഓക്കെ, ഫിസിക്കൽ ന്യൂട്ടന്റെ ഫോഴ്സ് ഇക്വേഷൻ ഇല്ലേ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് മാറ്റാൻ പറ്റും. വേറെ വേണ്ട, കാൽക്കുലേറ്റിംഗ് ദ ഫോഴ്സ്, Python program to calculate the force. എന്ത് ചെയ്യും, യൂസറിന്റെ മാസ് കളക്ട് ചെയ്യും, then എന്ത് ചെയ്യും, എയുടെ വാല്യൂ കളക്ട് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, ഫോഴ്സ് ഇസ് ഈക്വൽ ടു. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കാൽക്കുലേറ്ററിന്റെ ഒക്കെ ഫംഗ്ഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്യാനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ അങ്ങനെയൊക്കെ പറയുന്നത് ഇഫ് എൽസ് ലാഡർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുമായിരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്രയും ഒന്നും ഇല്ല. ഓക്കെ, ഇഫ് എൽസ് ലാഡറിൽ ഒന്ന് എന്തോ വരുന്നുള്ളൂ, അവിടെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രമേ ആ ഒരു വെയിലോട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ പ്രോഗ്രാം നോക്കാമല്ലോ. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ലോഗരിതം ആൻഡ് ആന്റി ലോഗരിതം. ഓക്കെ, അപ്പൊ ലോഗരിതമും പിന്നെ അതുപോലെ തന്നെ ആന്റി ലോഗരിതമും കണ്ടുപിടിക്കേണ്ട പൈതൺ പ്രോഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി സേവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ റീഎഡിറ്റിംഗ് ചെയ്യുന്നില്ല, ഞാൻ നെക്സ്റ്റ് അടുത്തൊരു ഫയലായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ ന്യൂ ഫയലിൽ പോവുക. ഓക്കെ, ന്യൂ ഫയലിൽ പോകുന്നു, പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ന്യൂ ഫയൽ. അപ്പോൾ അടുത്ത പ്രോഗ്രാമിങ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുവാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്തോളണേ. അത് ഞാനിപ്പോൾ ഇപ്പോഴത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കോപ്പി പേസ്റ്റ് മാത്രം ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് പ്രോഗ്രാമാണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലോഗരിതം ആൻഡ് ആന്റി ലോഗരിതം. ലോഗരിതമിക് ഫോമും ആന്റി ലോഗരിതം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് മീൻസ് എന്താണ്, നമ്മുടെ മാത്ത് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണം. കാരണം നമ്മുടെ ലോഗ്, ഓക്കെ, ഈ മാത്ത് ഡോട്ട് ഫംഗ്ഷൻസ് ഇല്ലേ, അത് വിളിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ മാത്ത് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേറ്റർ അല്ല, ലൈബ്രറി നമ്മൾ എന്ത് ചെയ്യണം, കോൾ ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായോ? മാത്ത് ഡോട്ട് ലോഗ്, ഓക്കെ, മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട്, ഓക്കെ, SQRT, സ്ക്വയർ റൂട്ട് മീൻസ് SQRT. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. നിങ്ങളിവിടെ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ മറന്നു പോയാൽ ഇത് ചെയ്യത്തില്ല കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഇമ്പോർട്ട് മാത്ത് ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫയൽ സേവ് ചെയ്തിട്ടില്ല, നമുക്ക് ജസ്റ്റ് സേവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ log.py കൊടുക്കുവാണ് പേര്, log.py. ഓക്കെ, log.py ഞാനിപ്പോൾ സേവ് ചെയ്തു. ഓക്കെ, ഫംഗ്ഷൻ സേവ്ഡ് ആണ്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കി, നമുക്ക് എന്ത് എറർ വരുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ റണ്ണിങ് ആണ്, ബട്ട് സാധാരണ രീതിയിൽ റൺ ആവത്തില്ല. ഓക്കെ, മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, ബട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണ എറർ വരെയായിരുന്നു കേട്ടോ. മാറ്റ് നമ്മളന്ന് ഓൺലൈൻ കമ്പൈലേഴ്സിൽ ചെയ്ത് നോക്കിയ സമയത്ത് എറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നി മാത്ത് ഡോട്ട് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വെർഷൻസിൽ ഉണ്ടാവും. ഓക്കെ, പക്ഷെ മുൻപത്തെ വെർഷൻസ്, അതായത് ഈ ഐഡിയലി ഷെല്ലിന് മുൻപ് ഇപ്പോൾ 3.12 എന്ന വെർഷൻ, അതിന് മുൻപൊക്കെ വെർഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്തായാലും റൺ ചെയ്തില്ല. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഫങ്ഷൻസ് കൊടുത്തേക്കാം. ഫങ്ഷൻസ് അല്ല, ലൈബ്രറി. ഓക്കെ, ഓക്കെ, നമുക്ക് ഓരോ ലൈൻസ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റിൽ നമ്മുടെ ആ ഒരു ലോഗ് ഫംഗ്ഷൻ നമുക്ക് പൈതണിൽ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, ഓക്കെ, ഇപ്പൊ അപ്ഡേറ്റഡ് വെർഷനിൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് എറേഴ്സ് കാണിക്കാത്തത്. ബട്ട് മുൻപത്തെ വെർഷൻസ് ആണെങ്കിൽ എറേഴ്സ് കാണിക്കും, കറക്റ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, കാരണം മാത്ത് ഡോട്ട് എന്ന ഫംഗ്ഷൻസ് നമ്മുടെ പൈതണിൽ പ്രീ ഡിഫൈൻഡ് അല്ല, പ്രീ ഡിഫൈൻഡ് ആണ്, ബട്ട് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ അപ്പൊ ആ ഒരു കേസ് വന്നു. അപ്പൊ നമ്മള് പൈതണിൽ എന്ത് ചെയ്തു, ഇമ്പോർട്ട് മാത്ത് കൊടുത്തു. രണ്ടാമത്തെ എന്താണ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതില് ഇൻപുട്ട് വിളിക്കുന്നതാണ്. നമ്മളിപ്പോ എം എന്ന ഇതിലാണ് ഇൻപുട്ട് വിളിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് N എന്നോ P എന്നോ K എന്നോ എന്ത് വേണോ കൊടുക്കാം, അതിനൊന്നും അവിടെ പ്രശ്നമൊന്നുമില്ല. എന്താണ് കൊടുക്കുന്നത് അത് താഴെ അവിടെ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതില് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ ഇവിടെ ഇന്റിജർ വാല്യൂസ് അല്ല ഇതിലത്തെ. ഓക്കെ, നമുക്ക് കാരണം ഈ ലോഗരിതമിക് ഫോം എടുക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഓക്കെ, കാരണം ലോഗ് എടുക്കുന്ന സമയത്ത് ഡെസിമൽ വാല്യൂസ് വരാറുണ്ട്. ഓക്കെ, ഇന്റീജർ വാല്യൂസിൽ മാത്രമല്ല ലോഗ് എടുക്കുന്നത്. ഓക്കെ, പക്ഷെ സ്ക്വയർ റൂട്ട് ഒക്കെ എടുക്കുന്നത് നമുക്ക് ഇന്റീജർ വാല്യൂസിലാണ്
ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഫ്ലോട്ടിന് പകരം ഇൻഡാ യൂസ് ചെയ്തത്. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഡെസിമൽ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാം, ഇതിൽ വരാം. ഓക്കെ, സോ അത് നോർമൽ കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി ആർ ടേക്കിംഗ് ദ ഇൻപുട്ട് ആസ് ഫ്ലോട്ട്. ഓക്കെ, ഫ്ലോട്ട് എടുക്കുന്നത്. പിന്നെ യൂസർ എന്ന് പറയുന്നത് എൻ്റെ നമ്പർ. ഓക്കെ, അതൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ യൂസർ എന്ത് ചെയ്യും, ഒരു നമ്പർ അവിടെ എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ യൂസർ നമ്പർ എൻ്റർ ചെയ്താൽ അത് എമ്മിലോട്ടൊക്കെ സേവ് ആവും. ഓക്കെ, സേവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ലോഗ് വാല്യൂ. ഓക്കെ, ലോഗ് വാല്യൂ എടുക്കണമെങ്കിൽ, ഓക്കെ, ലോഗ് വാല്യൂ എങ്ങനെ എടുക്കുന്നത്, ലോഗ് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ സാധാരണ എഴുതുവാണെങ്കിൽ ലോഗ് ടു ദ ബേസ് 10 നമ്മൾ എഴുതത്തില്ലേ. ഓക്കെ, എന്താണ് എങ്ങനെ എഴുതത്തില്ലേ, ലോഗ് ടു ദ ബേസ് 10 ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ എഴുതിക്കുന്ന ഫംഗ്ഷൻ ലോഗ് വാല്യൂസ്, ഈ ലോഗ് വാല്യൂ മീൻസ് നമ്മൾ ജസ്റ്റ് ഇത് സേവ് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ലോഗ് വാല്യൂ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ജസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ എ ഈക്വൽ ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മാത്ത് ഡോട്ട് ലോഗ് 10 എം എന്ന് കൊടുക്കുന്നതിന്റെ മീനിങ് മീൻസ് എന്താണ്, ലോഗ് ടു ദ ബേസ് 10 എക്സ്. ഓക്കെ, അതായത് ടു ദ പവർ നമ്മൾ എത്ര അല്ലെങ്കിൽ ഏത് പവറിലാണ് 10 റൈസ് ചെയ്യുന്ന സമയം നമുക്ക് എം കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ എം എന്നൊരു വാല്യൂ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളൂ. യൂസർ ഇപ്പോൾ 100 എന്നൊരു വാല്യൂ എൻ്റർ ചെയ്തു. അപ്പോൾ ആ 10ന്റെ കൂടെ എത്ര തവണ നമ്മൾ അല്ലെങ്കിൽ ഏത് വാല്യൂ റൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വി ആർ ഗെറ്റിംഗ് ദ എം. ഓക്കെ, ആ ഒരു രീതിയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സിന്റെ വാല്യൂ 100 കൊടുത്താൽ, ഓക്കെ, ലോഗ് ടു ദ ബേസ് 10 100 മീൻസ് എന്താണ്, അതായത് 10ന്റെ എത്രാത്ത പവറാണ് 100. മനസ്സിലായോ, 10ന്റെ എത്രാത്ത, അതാണ് ലോഗ് ടു ബേസ് 10 എന്ന് പറയുന്നത്. 100 എന്ന് വെച്ചാൽ 10ന്റെ എത്രാത്ത പവറാണ്. എത്രാത്ത പവറാ, 2th പവർ, സെക്കൻഡ് പവർ അല്ലേ. ഓക്കെ, 10 സ്ക്വയർ അല്ലേ 100 മീൻസ്. അപ്പോൾ ലോഗ് ടു ദ ബേസ് 10 1000 എന്തായിരിക്കും, 1000 എന്തായിരിക്കും, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മീനിങ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതാണ് ലോഗ് വാല്യൂ. ഓക്കെ, മാത്ത് ഡോട്ട് ലോഗ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റ് പ്രോഗ്രാംസിൽ ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടാവാം. ഓക്കെ, ബട്ട് ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ലൈബ്രറി ഫംഗ്ഷൻ മാത്ത് ലൈബ്രറി വിളിക്കാതെ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതിന് ടെക്നിക്സ് ഉണ്ട്. നമ്മളിവിടെ 1-2 ഐട്രേഷൻസ് ഒക്കെ ചെയ്തും അങ്ങനത്തെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്യാൻ പറ്റും. ബട്ട് ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലോഗ് ടു ദ ബേസ് 10 100. ഓക്കെ, 2 കിട്ടും. ഓക്കെ, അത് എക്സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. ഇനി ഇതിപ്പോ നമ്മൾ ലോഗ് എടുത്തു. ഓക്കെ, വി ആർ ടേക്കിംഗ് ദ ലോഗ്. ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് ദ ആന്റി ലോഗ്. ഓക്കെ, അപ്പൊ ആന്റി ലോഗിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് ഒന്നും ഇല്ല. ആന്റി ലോഗ് മീൻസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ആന്റി ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ 10ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, 10 ടു ദ പവർ. ഓക്കെ, 10ന്റെ പവർ എടുത്താൽ മതി. ഓക്കെ, എം ഇപ്പോൾ 3 കൊടുക്കുന്നുണ്ട് എങ്കിൽ 10ന്റെ പവർ വരും. ഓക്കെ, ഇപ്പൊ എം 2 ആണെങ്കിൽ ആന്റി ലോഗ് എന്തായിരിക്കും, 100 ആയിരിക്കും വരുന്നത്. എം 3 ആണെങ്കിലോ ആന്റി ലോഗ് എന്തായിരിക്കും, 1000 വരും. അപ്പൊ ഇതിന്റെ വൈസ് വേഴ്സ, ഓപ്പോസിറ്റ് റിലേഷൻസ് ആണ് ഇന്ന് അവിടെ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിൽ അത്രയും കേസ് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മീൻസ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക, ലോഗരിതം ടു ദ ബേസ് 10. ഓക്കെ, ഇത് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യേണ്ട കാര്യമാണ്. ലോഗരിതം ബേസ് 10 എത്രയാണ്, ലോഗ് വാല്യൂ. ഇത് എന്ത് ചെയ്യും, ഇത് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരും. ഇത് നേരെ നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ പ്രിന്റ് ആയിട്ട് വരും. ദെൻ ഇവിടെ ആന്റി ലോഗിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ആയിട്ട് വരും. കണ്ടോ, ആന്റി ലോഗ് രീതിയിൽ ഇവിടെ പ്രിന്റ് ആയിട്ട് വരും. അപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ല. നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ പേര് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേര് അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇന്നതാണ് ഇതെന്ന രീതിയിൽ അസൈൻ ചെയ്ത് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്തായാലും പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് ഇനി നിങ്ങളുടെ പേര് കൊടുത്ത് പിന്നീട് മാറ്റിയൊക്കെ ചെയ്ത് നോക്കുക. ഇപ്പൊ എന്തായാലും പ്രാക്ടിക്കലിന് ടീച്ചേഴ്സ് തന്നതുപോലെ റെക്കോർഡിലൊക്കെ ഉള്ളതുപോലെയൊക്കെ എന്ത് ചെയ്യുക, അതുപോലെയൊക്കെ പഠിച്ചു പോവുക. ഓക്കെ, അതിന് മാറ്റാനൊന്നും നിൽക്കണ്ട. ഓക്കെ, തന്നിട്ടുള്ളത് പോലെ അങ്ങ് പഠിച്ചു പോവാം. ഞാൻ ഈ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തൊക്കെ ഇപ്പോൾ അത്യാവശ്യം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയാലും വേറെ പ്രോബ്ലം ഇല്ല. ചിലർ ഇതൊക്കെ ഒരു കോഡ് പോലെ ഇങ്ങനെ പഠിച്ചു വെക്കും. കാരണം ഇതെല്ലാം കോഡാണ്. ഇതിപ്പോൾ മാത്ത് ഡോട്ട് ലോഗ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അത് അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ ഈ ലോഗ് അണ്ടർസ്കോർ വാല്യൂ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ട് പോകും. പിന്നീട് പോകുന്ന സമയത്ത് പിന്നീട് എപ്പോഴും പഠിക്കുന്ന സമയത്ത് അയ്യോ അങ്ങനെ എടുത്താൽ ലോഗ് കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ഐഡിയാസ് പറയുന്നത്. ഓക്കെ, അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വേയിൽ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് അവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, എന്ത് വേണം അവിടെ കൊടുക്കുക, അതെന്ത് ചെയ്യണം, ഇവിടെ അസൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ ലോഗ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ലോഗ് എന്ന് മാത്രം കൊടുക്കും, ലോഗ് അണ്ടർസ്കോർ മാത്രം കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ചൊരു അപ്ഡേറ്റഡ് വെർഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പ്രോഗ്രാമിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ട് വാല്യൂസ് പറഞ്ഞിട്ടില്ലേ, ഈ ഫ്ലോട്ട് വാല്യൂസ് പറയുന്നതിൽ നമുക്ക് ശരിക്കും ലോഗ് പോസിറ്റീവ് വാല്യൂസിന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗ് 0 വരത്തില്ല. അതുപോലെ ലോഗ് നെഗറ്റീവ് വാല്യൂസും വരത്തില്ല. അത് എററാണ്. ഓക്കെ, ലോഗ് പോസിറ്റീവ് വരില്ല, 0 വരത്തില്ല. ഏത് 1-2 കോളേജസിൽ കൊടുത്ത പ്രോഗ്രാംസിൽ അവർ അതുകൂടി റെക്ടിഫൈ ചെയ്ത പ്രോഗ്രാം കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് അവർ വേറെ നല്ല ഈ ഫസ്റ്റ് ഇൻപുട്ട് എടുക്കുന്നു. ഈ തന്നിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ഇഫ് എൽസ് വെച്ചിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു 0 ആണോ, ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലെസ് ദാൻ 0 ആണോ. ഓക്കെ, അത്രയും മാത്രം നോക്കി. ഇപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ എറർ കൊടുക്കുക, cannot take the log. ഈക്വൽ ടു 0 ആണെങ്കിൽ
എറർ മെസ്സേജ് കൊടുക്കുക, കനോട്ട് ടേക്ക് ദ ലോഗ്, അത്രേ ഉള്ളൂ. ഓക്കെ, അവിടെ എന്ത് ചെയ്യും, ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു ഇഫ് എൽസ് ഇഫ് ലാഡർ കൂടി കൊടുത്താൽ മതി. ഓക്കെ, ഇഫ് എൽസ് ലാഡർ വേണ്ട, ഇഫ് എൽസും. ഓക്കെ, ഇഫ് എൽസ് മാത്രം കൊടുത്താൽ മതി, അത് വർക്ക് ആയിക്കോളും. മനസ്സിലായോ? അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുത്ത് ഒരു അപ്ഡേഷൻ ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്ഡേഷൻ ആണ്. കാരണം ഇപ്പൊ ഇത് തന്നിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഒരു എറർ ഉണ്ട്. കാരണം നമുക്ക് ലോഗ് ഒരിക്കലും എന്തില്ല, ആ ലോഗ് അവിടെ നമുക്ക് ഇറ്റ്സ് കനോട്ട് ബി നെഗറ്റീവ്. ഓക്കെ, ലോഗ് നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ ആൻഡ് ലോഗ് നോട്ട് ഈക്വൽ ടു സീറോ. ഓക്കെ, സോറി, സീറോ, പോസിറ്റീവ് അല്ല, സീറോ. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കത് എറർ മെസ്സേജ് ആണ്. ഓക്കെ, അവിടെ എറർ സംഭവിക്കും. അത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു അപ്ഡേഷൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ചോ. നമ്മളിപ്പോ സേവ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ട്. കണ്ടോ, നമ്മളിപ്പോ 10 എന്ന് കൊടുത്തു. അപ്പൊ ലോഗരിതം 1 എന്ന് വരുന്നുണ്ട്. ആന്റി ലോഗ് അതായത് 10 to the power 10 വരും. മനസ്സിലായോ? ആൻഡ് ലോഗ് മീൻസ് എന്താണ്? 10 to the power 10. ഓക്കെ, അതല്ലേ 10 സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെ 10 റൈസ് ടു 10 വരും. ഓക്കെ, അപ്പോൾ അത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ കൂടെ വേണമെങ്കിൽ വേറെ ഒരു വാല്യൂസ് കൊടുത്തു നോക്കാം. നമ്മൾ സാധാരണ ആൻഡ് ലോഗ് കുറച്ച് ചെറിയ വാല്യൂസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്, രണ്ട് ഒറ്റ ഇൻപുട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സെയിം ആയിട്ട് അവിടെ എന്തെങ്കിലും വരത്തുള്ളൂ. ഓക്കെ, അതിൽ വേണമെങ്കിൽ അപ്ഡേഷൻസ് നമുക്ക് കൊടുത്ത് മാറ്റിയൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ചിട്ട് ഈ ഒരു വെയിലാണ് എന്തെങ്കിലും ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ കറക്ഷൻസ് ഉണ്ട്. കറക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ചിലപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും ലോഗ് നെഗറ്റീവ് ഒക്കെ വന്നാൽ. പിന്നെ ഇതെല്ലാം ഒരു ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന ഈ വൈവ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ലെവൽ കഴിഞ്ഞാൽ മാത്രം ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ പഠിച്ചിട്ട് പോകുന്നില്ല. ബട്ട് ഇതൊക്കെ ഇൻ കേസ് ഈ പൈതൺ നല്ല രീതിയിൽ അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കാം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ആ ഒരു വെയിൽ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അങ്ങനെയൊക്കെ ചോദിക്കുക ഇനി അതുകൊണ്ട് ഇനിയും പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ നോക്കി പോകണ്ട. ബട്ട് ഇതെല്ലാം ഒരു ഹയർ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മാറ്റം ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സാധാരണ വന്നിട്ട് അവിടെ എന്തിന് മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തു, എന്തിന് ഫ്ലോട്ട് യൂസ് ചെയ്തു, അതിലുള്ളത് തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ ഫ്ലോട്ട് എന്താണ്, ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. പിന്നെ ചിലരേക്ക് ഇപ്പോൾ ലോഗ് എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഞാൻ ബാക്കി പറഞ്ഞതെല്ലാം ഒരു ഹയർ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ, ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടോ, ഓക്കെ, അങ്ങനെയൊക്കെ രീതിയിൽ ആപ്ലിക്കേഷനുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ ആണല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഗ്രാം. രണ്ടാമത്തെ പ്രോഗ്രാം എന്തായിരുന്നു? സെക്കൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലോഗ് ആൻഡ് ആന്റി ലോഗ്. ഓക്കെ, ലോഗും കണ്ടുപിടിക്കണം. ഇതിന് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആന്റി ലോഗ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഇതൊക്കെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മുൻപ് ഇങ്ങനെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാമിനേഷന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു C++ പ്രോഗ്രാം ആയിരുന്നു ആ സമയത്ത് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ അതിൽ തന്നെ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈൻ കോസ് ടാൻ. ഓക്കെ, അതാണ് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നത് ആ സമയങ്ങളിൽ പ്രാക്ടിക്കലിന്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടെർമിനൽ വെലോസിറ്റീസ് ഒക്കെ ഉണ്ട്. ബട്ട് ടെർമിനൽ വെലോസിറ്റീസ് ഒക്കെ വല്ലപ്പോഴും മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, മറ്റൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസ് കേട്ടോ. എന്താണ്? ടു ഫൈൻഡ് ദ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. പ്രോഗ്രാം ടു ഡിറ്റർമിൻ ദ റൂട്ട്സ് ഓഫ് ദ quadratic equation. Quadratic equation റൂട്ട്. Quadratic equation അറിയാലോ, x square plus bx plus c is equal to 0. ഓക്കെ, അതിന്റെ റൂട്ട്സ് എടുക്കും -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square minus 4ac divided by 2a. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളവിടെ അതിന്റെ സൊല്യൂഷൻസ് റൂട്ട്സ് നമ്മൾ എടുക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മീൻസ് എന്താണ്? ax square plus bx plus c is equal to 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ഡിറ്റർമിൻ ചെയ്യേണ്ട സൊല്യൂഷൻ ആണ് എന്ത് പറയുന്നത്, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square minus 4ac divided by 2a എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അതിന്റെ പ്രോഗ്രാം നോക്കാം.
നേരെ നമ്മൾ ന്യൂ ഫയലിൽ പോകുന്നുണ്ട്. പുതിയ ഫയൽ ഓപ്പൺ ചെയ്തു. നമ്മുടെ ആ ഒരു പ്രോഗ്രാം ഇങ്ങോട്ട് ഒന്ന് കോപ്പി ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ സേവ് ചെയ്യാം. ഓക്കെ, ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓരോ ലൈൻസ് നോക്കാമല്ലോ. അപ്പോൾ സ്റ്റെപ്പ് 1, ഓക്കെ, ഇതില് നമ്മുടെ ഒരു ഡിസ്ക്രിമെന്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്ക്രിമെന്റ് മീൻസ് എന്താണ്? ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡിസ്ക്രിമെന്റ് എന്ന് വെച്ചാൽ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞില്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു -b ± √b² - 4ac / 2a എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനില് ഇവിടെ ഈ b² - 4ac വാല്യൂ ആണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത് കണ്ടീഷൻസ് ഡിറ്റർമിൻസ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? നമ്മളെ ബാക്സിലൊക്കെ പഠിച്ച കാര്യമാണ്. അതായത് നമ്മൾ ഇതിനാണ് ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുന്നത്. ഈ b² - 4ac ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക. ഇത് എല്ലാത്തിലും പ്രോഗ്രാമിലും സെയിം ആണ്. അതായത് ഇപ്പോൾ മെത്തേഡ്സിൽ സെയിം ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ കാര്യം നമ്മുടെ എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രോഗ്രാം, അതിപ്പോ C++ ആയാലും പൈത്തൺ ആയാലും C ആയാലും ഏതാണെങ്കിലും അതിൽ സെയിം ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, കോളേജിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് പ്രോഗ്രാമിംഗ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം നമ്മുടെ ഇത് മാത്സ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മുടെ പ്രോഗ്രാമിംഗ് അല്ല. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം നമ്മുടെ സാധാരണ മാത്സ് ആണ്. അതായത് നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ഈ ഒരു വാല്യൂനെ ഏതാ b² - 4ac. ഓക്കെ, ഈ b² - 4ac എന്ന് പറഞ്ഞ വാല്യൂനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഡിസ്ക്രിമിനന്റ്? ഓക്കെ, ഡിസ്ക്രിമിനന്റ് d എന്ന് പറയും. ഈ d യുടെ വാല്യൂ >0 ആണെങ്കിൽ, ഓക്കെ, >0 ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആണ്. അതായത് 2 റിയൽ ആൻഡ് ഡിഫറെന്റ് റൂട്ട്സ് വരും. ഓക്കെ, എന്താണ് 2 റിയൽ ആൻഡ് ഡിഫറെന്റ് റൂട്ട്സ് വരും. ഓക്കെ, റിയൽ ആൻഡ് ഡിഫറെന്റ് റൂട്ട്സ് വരുന്നുണ്ട്. ദെൻ d = 0 വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, d = 0 ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താ 1 റിയൽ റൂട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, 1 റിയൽ റൂട്ട് വരും. ഓക്കെ, then is d is less than 0. ഓക്കെ, d യുടെ വാല്യൂ ലെസ് ദാൻ 0 റൂട്ടിനകത്തല്ലേ വരുന്നത്. ലെസ് ദാൻ 0 വന്നാൽ അത് നെഗറ്റീവ് വാല്യൂ അല്ലേ. ഓക്കെ, നെഗറ്റീവ് വാല്യൂ അല്ലേ വരുന്നത്. ഓക്കെ, നെഗറ്റീവ് വാല്യൂ വന്നാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? ഒരു കോംപ്ലക്സ് നമ്പർ വരത്തില്ലേ. ഓക്കെ, അവിടെ എന്ത് വരും? ഒരു കോംപ്ലക്സ് നമ്പർ വരും. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വർക്കിംഗില് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് വാല്യൂ. ഓക്കെ, നമ്മൾ ചെയ്ത് എന്താണ് ഡിസ്ക്രിമിനന്റ് വാല്യൂ നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ ഇതില് ഈ സൊല്യൂഷൻ മൊത്തത്തിൽ എടുത്ത് സോൾവ് ചെയ്ത് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രിമിനന്റ് നോക്കുക. ഡിസ്ക്രിമിനന്റ് നോക്കിയിട്ട് അത് ആദ്യം >0 ആണോ, ഇനി =0 ആണോ, അതോ <0 ആണോ നോക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബാക്കി കാൽക്കുലേഷൻസ് അവിടെ ചെയ്യും. അപ്പൊ ഇതിൽ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു -b ± അത് ആദ്യം ഇൻപുട്ട് കളക്ട് ചെയ്യുക, എയുടെയും ബിയുടെയും വാല്യൂസ്. കാരണം നമുക്കറിയാം x² + bx + c എന്നുള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതാണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കളക്ട് ചെയ്യണം? ഇൻപുട്സ്. ഏതൊക്കെ ഇൻപുട്സ്? x എന്ന ഇൻപുട്ട് അല്ല, ഏതൊക്കെ ഇൻപുട്ട്? a ഒരു ഇൻപുട്ട് ആണ്, ദെൻ b അടുത്ത ഇൻപുട്ട് ആണ്, ആൻഡ് c എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇൻപുട്ട് ആണ്. ഓക്കെ, a b c 3 ഇൻപുട്സ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? 3 ഇൻപുട്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 ഇൻപുട്സിൽ എന്ത് ചെയ്യും? വി ആർ ടേക്കിംഗ് ദ വാല്യൂസ്. ഓക്കെ, 3 ഇൻപുട്സ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ വാല്യൂസ് ഇങ്ങോട്ട് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡിസ്ക്രിമിനന്റ് വാല്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ദെൻ ഇവിടെ നോക്കി കണ്ടോ, ഫസ്റ്റ് നമ്മുടെ a വാല്യൂ കളക്ട് ചെയ്തു. ഇവിടെ a വാല്യൂ ഉണ്ട്, കാണാലോ, സ്ക്രീൻ കാണാലോ അതിൽ. ഓക്കെ, a വാല്യൂ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ a വാല്യൂ ആണ്. ദെൻ അതുപോലെ തന്നെ b വാല്യൂ കളക്ട് ചെയ്തു, ദെൻ c വാല്യൂ കളക്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ ax² + bx + c യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 3 വാല്യൂസ് അവിടെ എടുത്തു. a b c വാല്യൂസ് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നേരെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡിസ്ക്രിമിനന്റ് വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ക്രിമിനന്റ് വാല്യൂ എടുക്കുന്നു. അപ്പൊ ഡിസ്ക്രിമിനന്റ് വാല്യൂ മീൻസ് എന്താണ്? ദിസ് b² - 4ac. ഓക്കെ, b² - 4ac. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ക്വയർ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 സ്റ്റാർ കൊടുക്കണം. ഓക്കെ, എന്ത് ചെയ്യണം? 2 സ്റ്റാർ അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ഓക്കെ, 2 മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കണം. അപ്പൊ അതാണ് അവിടെ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? d = ഓക്കെ, ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് d എന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, ഡിസ്ക്രിമിനന്റ് മനസ്സിലാക്കാൻ വേണ്ടി d എന്ന് കൊടുത്തു. അവിടെ d എന്ന് കൊടുക്കണോ? വേണ്ട. ഓക്കെ, എന്ത് വേണം കൊടുക്കാം? ഇവിടെ കൊടുക്കുന്ന കാര്യം അവിടെ മനസ്സിലായിരിക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിമിനന്റ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെ വലിയ നമ്പേഴ്സ് ഒക്കെ അങ്ങനെ ലെറ്റേഴ്സ് എഴുതി വെക്കുന്ന കാട്ടി d എന്ന് കൊടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരത്തില്ല, വർക്കാവും. ഓക്കെ, അപ്പൊ d = b². ഓക്കെ, b² നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതാം. b ×
ബി. ഓക്കെ, ബി ഇൻറ്റു ബി ആണ് ബി സ്ക്വയർ മൈനസ് ബാക്കി 4ac. അത് വെറുതെ 4 എയും സി എഴുതി വെച്ചാൽ വർക്ക് ആവത്തില്ല. ഓക്കെ, എന്ത് കൊടുക്കണം? അതിന്റെ ഇൻ ബിറ്റ്വീനിൽ വി ഹാവ് ടു പ്രൊവൈഡ് സ്റ്റാർ വാല്യൂ. ഓക്കെ, സ്റ്റാർ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ 4 ഇൻറ്റു എ ഇൻറ്റു സി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഡിസ്ക്രിമിനന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്തു? നമ്മളുടെ ഡിസ്ക്രിമിനന്റ് വാല്യൂസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിമിനന്റ് വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്ത കണ്ടീഷൻസ് പറയുന്നത് നമ്മുടെ ഇഫ് ആണ്. ഓക്കെ, ഇഫിന്റെ വർക്കിംഗ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ ഇഫ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇഫ് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇഫ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ഞാൻ പറഞ്ഞു പോസിറ്റീവ് വാല്യൂ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ എങ്ങനെ വരും? പോസിറ്റീവ് വാല്യൂ നമുക്ക് 2 റിയൽ റൂട്ട്സ് ആ വരുന്നത്. ഓക്കെ, എന്താണ്? 2 റിയൽ റൂട്ട്സ് വരുന്നുണ്ട്. ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള 2 റിയൽ റൂട്ട്സ് വരും, റിയൽ നമ്പേഴ്സ് വരും. അപ്പൊ അവിടെ നമ്മുടെ 2 റൂട്ട്സ് നോക്കുവാണ്. ഓക്കെ, ഒന്ന് എന്തായിരിക്കും? നമ്മുടെ അർത്ഥത്തില് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വരുന്നത്. ഓക്കെ, 4ac 2a ഇല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് പ്ലസ് വാല്യൂ കണ്ടോ? അതാണ് ഫസ്റ്റ് R1 റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, R1 റൂട്ട്. അപ്പൊ അത് മൈനസ് ബി. ഓക്കെ, മൈനസ് ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്ലസ് വാല്യൂ കൊടുത്തു. അതാണ് പ്ലസ് വാല്യൂ. പിന്നെ മാത്ത് സ്ക്വയർ റൂട്ടിന്റെ ഫംഗ്ഷൻ വിളിച്ചതാണ് നമ്മൾ ഇമ്പോർട്ട് മാത്ത് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ റൂട്ട്. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്ക്രിമിനന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാല്യൂ നമ്മൾ വിളിക്കണോ? വീണ്ടും എടുത്ത് കൊടുക്കണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ കോൾ ചെയ്താൽ മതി. എങ്ങനെ കോൾ ചെയ്യും? നമ്മുടെ ഡിയുടെ ഇതിലുണ്ട് അത്. ഓക്കെ, ഡി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്തു? ഡിയുടെ വാല്യൂ ഡി എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ ഡിയുടെ സ്ക്വയർ റൂട്ട് വരും. ഇപ്പൊ ഇത് D25 ആണെങ്കിൽ ഇവിടെ റൂട്ട് എടുത്തോളൂ, അത് 5 ആയിട്ട് വരും. പിന്നെ ഡിവൈഡ് ബൈ 2a മാത്രം കൊടുത്താൽ മതി. ഡിവൈഡ് ബൈ 2a കണ്ടോ? അപ്പൊ അതാണ് ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റൂട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അവിടുത്തെ ഫസ്റ്റ് റൂട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അതൊരു പോസിറ്റീവ് റൂട്ട് ആണ്. ഓക്കെ, സോറി, പോസിറ്റീവ് പ്ലസ് ആണ് നമ്മൾ എന്ത് അവിടെ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് റൂട്ട് എടുക്കുന്നു. മൈനസ് ബി മൈനസ് മാത്ത് SQRT b ഡിവൈഡ് ബൈ 2a. ഓക്കെ, അത് എന്തിന്റെ കേസാ? നമുക്ക് ഇവിടുത്തെ മൈനസ് കണ്ടില്ലേ? ഇതിന്റെ കേസാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ എടുത്തു. അടുത്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിഫറെന്റ്. ഓക്കെ, അവിടുത്തെ റൂട്ട് റിയലും ആണ് ഡിഫറെന്റും ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് യൂസറിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ ഒരു റൂട്ട് ആർ റിയൽ ആൻഡ് ഡിഫറെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇല്ല വെറുതെ നമ്മൾ R1 R2 കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് വരും? R1 R2 ഇവിടെ പ്രിന്റ് ആയിട്ട് വരും. R1 R2 എന്താണ്? ഇവിടുത്തെ വാല്യൂസ് നമ്മൾ ഈ ചെയ്യുന്ന വാല്യൂ നേരിലോട്ട് സ്റ്റോർ ആവും. അതാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ടിൽ പ്രിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അത് ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യാവോ? ഒരുപാട് സമയം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, എവിടെയെങ്കിലും മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇഫിൽ അത് വർക്കായി. ഓക്കെ, ഫസ്റ്റ് കേസ് അതായത് പോസിറ്റീവ് ആണെങ്കിൽ ഡിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? നേരെ ഇഫിൽ കയറും, നേരെ ഔട്ട്പുട്ട് വരും, ബാക്കിലോട്ടൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പൊ ഇഫ് എൽസ് ഇഫ്. ഓക്കെ, എലിഫ് എൽസ്. ഓക്കെ, ഇഫ് എൽഫ് എൽസ്. ഓക്കെ, അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതായത് ഇത് വർക്കിംഗ് ആയില്ലെങ്കിൽ നേരെ എന്തുകൊണ്ട് വരണം? അടുത്തിൽ വരണം. അടുത്ത കാര്യം എന്താ? d is equal to 0. ഓക്കെ, d is equal to 0. അപ്പൊ d is equal to 0 വരുന്നുവെങ്കിൽ നമുക്ക് ഈ റൂട്ടിനകത്തുള്ള വാല്യൂ കംപ്ലീറ്റ് അങ്ങ് പോകും. ഓക്കെ, d 0 ആയാൽ ഡിസ്ക്രിമിനന്റ് 0 ആയാൽ റൂട്ടിനകത്ത് പിന്നെ വാല്യൂസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ വാല്യൂസ് ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്തു? അതായത് R1 R2 രണ്ടും ഈക്വൽ റൂട്ട്സ് ആ വരുന്നത്. ഓക്കെ, ഈക്വൽ വാല്യൂസ് എന്ത് ചെയ്യും? നമുക്ക് വരും. ഡിസ്ക്രിമിനന്റ് 0 ആയാൽ ഈക്വൽ വാല്യൂസ് വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് അവിടെ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. ഓക്കെ, അത് ഒറ്റ റൂട്ടേ വരത്തുള്ളൂ. മൈനസ് ബി ഡിവൈഡ് ബൈ 2a വാല്യൂ മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ എന്ത് അവിടെ കൊടുത്തു? അതെന്താ? ഡിയുടെ വാല്യൂ ഡി ചെക്ക് ചെയ്യുന്നു. d 0 ആണെങ്കിൽ മാത്രം. ഇവിടെ കണ്ടോ? ഇതെന്താ? ഈക്വൽ ടു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈക്വൽ ടു കൊടുക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ഈക്വൽ ടു. ഒന്ന് കൊടുത്താൽ അത് അസൈനിങ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഒന്ന് കൊടുത്താൽ അത് അസൈനിങ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, രണ്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈക്വൽ ടു ആയിട്ട് അത് എടുക്കത്തുള്ളൂ. ഓക്കെ, അത് ഓർക്കുന്നുണ്ടല്ലോ? ഈക്വൽ ടു ആയിട്ട് എടുക്കത്തുള്ളൂ എന്നുള്ള കേസ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് 0 ആണെങ്കിൽ ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കയറും. പിന്നെ ഇതിനകത്ത് നമുക്കിപ്പോൾ അങ്ങനെ നോക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് 3 കണ്ടീഷൻസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ ഇങ്ങനെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ള അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, 3ന്റെ ഔട്ട്പുട്ട് കാണിക്കുന്നെങ്കിൽ 3ന്റെ ഔട്ട്പുട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾ 3ന്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പ്രോഗ്രാം ബാക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇനി അടുത്ത് എന്താണ്? ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 0 അല്ല, ഈക്വൽ ടു 0 അല്ല. പിന്നെ 3 കേസ് നമ്മൾ ചെക്ക് ചെയ്ത കാര്യമുണ്ടോ? എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് കേസിൽ അതാണ് എൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുന്നെങ്കിൽ റൂട്ട്സ് എന്തായിരിക്കും? കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് എന്ത് ചെയ്യും? അവിടെ വരും. ഓക്കെ, കോംപ്ലക്സ് റൂട്ട്സ് വരുന്നുണ്ട്. ദാറ്റ് റൂട്ട്സ് ആർ കോംപ്ലക്സ്
അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഇമേജിനറി പാർട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അതായത് ഇമേജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, റൂട്ട് ഓഫ് മൈനസ് ബി. ഓക്കെ, അത് മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തൊരു മൈനസ് ഐയുടെ ഒരു വാല്യൂ കോംപ്ലക്സ് നമ്പർ വരും. ഓക്കെ, കോംപ്ലക്സ് നമ്പർ ഇതിനകത്ത് വരും. മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. ഓക്കെ, കോംപ്ലക്സ് ഫംഗ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു റിയൽ റൂട്ട് ഉണ്ട്. ഓക്കെ, ഒന്ന് റിയൽ റൂട്ടും മറ്റൊന്ന് ഇമേജിനറി റൂട്ടും ആയിരിക്കും വരുന്നത്. ഓക്കെ, റൂട്ട്സ് കോംപ്ലക്സും കോംപ്ലക്സ് റൂട്ട്സ് അല്ലേ വരുന്നത്, കോംപ്ലക്സ് റൂട്ട്സ് വരും. അപ്പൊ അതിന് റിയൽ പാർട്ട് ഉണ്ടാവും, ഒരു ഇമേജിനറി പാർട്ട് ഉണ്ടാവും. റിയൽ പാർട്ട് -b/2a എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുന്നുണ്ട്. ഇമേജിനറി പാർട്ട് അതിന്റെ എന്തായിരിക്കും, റൂട്ട് ആയിരിക്കും. ഓക്കെ, റൂട്ട് ഓഫ് -b/2a. ഓക്കെ, ഇക്വേഷൻസ് പഠിച്ചു വെക്കുന്നത് ഇതിനകത്തുള്ള. ഇവിടെ ഇതിന് കുറച്ച് ഇതുണ്ട്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പഠിക്കുക. നേരത്തെ പറഞ്ഞതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ചിന്തിച്ചിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതെടുക്കുക. പിന്നെ അടുത്ത റിയൽ വാല്യൂ. അപ്പൊ അതില് റിയൽ വാല്യൂവും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജിനറി പാർട്ടും ഉണ്ട്. അപ്പൊ ഒന്ന് എന്തായിരിക്കും, റിയൽ പ്ലസ് ഇമേജിനറി പാർട്ടും, ഒന്ന് റിയൽ മൈനസ് ഇമേജിനറി പാർട്ടും ആയിരിക്കും ഔട്ട്പുട്ട്. അതാ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് കാണിച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ ഐഡിയ കിട്ടുക എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, അതിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമുക്കപ്പോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോഗ്രാമിൽ ചെറിയൊരു എറർ ഉണ്ടോ ഡൗട്ട് ഉണ്ട്, ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഎഫിഷ്യൻസ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. എൻ്റർ എ നമ്പർ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് 1 എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലെ ഏതെങ്കിലും നമ്പേഴ്സ് കറക്റ്റ് അങ്ങനെ പഠിച്ചിട്ട് പോയാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ഈ 3 ഇതിലും അതായത് ഇമേജിനറി പാർട്ടൊക്കെ വരണത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്പർ കൊടുത്താൽ ചിലപ്പോൾ അവിടെ ഇമേജിനറി പാർട്ടൊന്നും വരത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് നമ്പേഴ്സ്, ഇപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന നമ്പേഴ്സിൽ മതി. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്പറാണ്. ഓക്കെ, ഞാൻ വെറുതെ എടുത്ത നമ്പർ അല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരു നമ്പറാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഇതിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ നമ്പേഴ്സ് പഠിച്ചിട്ട് പോയാലും മതി. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോ കോളേജിൽ ചെയ്ത് നോക്കിയ സമയത്ത് അവിടെ 3, കാരണം ചില സമയത്ത് 3 ഔട്ട്പുട്ട് കാണിക്കാൻ പറയും. ചിലപ്പോൾ 1 മാത്രം കാണിച്ചാൽ മതി, ചിലപ്പോൾ 3, അതായത് 3 സെക്ഷൻസ് കൊടുക്കുന്നില്ലേ. ഓക്കെ, റൂട്ട്സ് റിയലും ഈക്വലും ആണ്, റിയലും ഡിസ്റ്റിങ്റ്റും ആണ്. ഓക്കെ, അങ്ങനെ ആ 3 കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഞാൻ എയുടെ വാല്യൂ 1 എന്ന് കൊടുക്കുന്നുണ്ട്, ദെൻ ബിയുടെ വാല്യൂ 1 എന്ന് കൊടുക്കുന്നുണ്ട്, ദെൻ സിയുടെ വാല്യൂ 4 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തൊരു ചെയ്തേ, റൂട്ട്സ് ആർ കോംപ്ലക്സ് എന്ന് പറയുന്നത് കണ്ടോ, എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് റൂട്ട്സ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് റൂട്ട്സിൽ എന്ത് വന്നു, കോംപ്ലക്സ് റൂട്ടിൽ -0.5 പ്ലസ് 1.93 ആൻഡ് -0.5 മൈനസ് 1.93. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, വി ആർ ഗെറ്റിംഗ് ദ വാല്യൂസ് എന്ത് ഇടുന്നുണ്ട്, കോംപ്ലക്സ് നമ്പർ ആണ് കിട്ടിയത്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്ന് ഔട്ട്പുട്ട് ആയിട്ട് എടുത്തോളൂ കേട്ടോ. ഇത് നമ്മുടെ ഏതെല്ലാം കിട്ടിയത്, കോംപ്ലക്സ് റൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഞാൻ അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 144 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കൊടുത്തപ്പോൾ 114, അതാണ് ഫസ്റ്റ് കോംപ്ലക്സ് കയറിയത്. നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. വീണ്ടും എന്തെങ്കിലും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, റൺ ഓപ്ഷൻ കൊടുക്കുക, മോഡുകൾ റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, 1 എൻ്റർ 4 എൻ്റർ 4. ഓക്കെ, റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. ഈ നമ്പർ എഴുതുള്ളൂ കേട്ടോ, ഈ നമ്പർ കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് കേസ്, അതായത് റിയലും ഈക്വലും. -2 ആണ് നമുക്ക് എന്ത് റൂട്ടായിട്ട് കിട്ടിയത്. അത് ഈക്വൽ ആൻഡ് റിയൽ റൂട്ട്സ് കിട്ടി. കോംപ്ലക്സ് നമ്പർ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അടുത്ത ഔട്ട്പുട്ട് വേണ്ടേ. ഓക്കെ, അതിന് നമ്മൾ വീണ്ടും ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നു. റൺ മോഡുകൾ കൊടുത്തു. ഓക്കെ, അടുത്ത് ഞാൻ എൻ്റർ ചെയ്യുന്നത് 1 കൊടുക്കുന്നുണ്ട്, എൻ്റർ 5 കൊടുക്കുന്നുണ്ട്, എൻ്റർ 6 കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റർ. റൂട്ട്സ് റിയൽ ആൻഡ് ഡിഫറെന്റ് ആണ്. ഒന്നുകിൽ ഡിഫറെന്റ് എന്നോ ഡിസ്റ്റന്റ് എന്നോ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് റിയൽ വാല്യൂസ് തന്നെയാണ്, പക്ഷെ രണ്ട് റൂട്ട്സ് വന്നു. -2 വന്നു, -3 വന്നു. കണ്ടോ, ഈ വാല്യൂസ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. കാരണം അവിടെ പോയിട്ട് നമുക്ക് ചിലപ്പോൾ 3 എക്സാമ്പിൾസ് എഴുതാൻ പറയുമ്പോൾ നമ്പേഴ്സ് ഒന്നും അവിടെ ഓർമ്മയിലൊന്നും വരത്തില്ല. ചിലപ്പോൾ ഏത് കൊടുത്താൽ കിട്ടുമെന്ന് നമുക്ക് ആ ഒരു മൈൻഡ് കാൽക്കുലേഷൻ അപ്പോൾ കിട്ടത്തില്ല പെട്ടെന്ന്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് 3 എക്സാമ്പിൾസ് എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ ഈ 3 വാല്യൂസ് നോക്കി വെക്കാം. കണ്ടോ, ഇത് യൂസ് ചെയ്താൽ മതി. ലാസ്റ്റത്തെ കേസിൽ ഞാൻ ഒരു നമ്പറോട് പറഞ്ഞുതരാം. ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, നീ ഡൗട്ട് ചോദിക്കണേ അതിൽ. അടുത്തതിൽ എക്ക് 2 കൊടുക്കുന്നുണ്ട്, എൻ്റർ ബിക്ക് 4 കൊടുക്കുന്നുണ്ട്, ആൻഡ് സിക്ക് 4 കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ
then enter. Roots are complex. Okay, complex roots are, that is -1 plus 1 I, -1 minus I. Okay, minus I. ഇതില് മൈനസ് ഐ എന്നല്ല പറയുന്നത്, അവിടെ നമുക്ക് ജെ എന്ന് കൊടുത്താലും മതി. ഓക്കെ, ജെ എന്നോ ഐ എന്നോ കൊടുക്കാം. ഓക്കെ, കോംപ്ലക്സിൽ ഐയും ജെയും നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഏതൊന്നുമില്ല, നിങ്ങളുടെ ഏതാണ് നിങ്ങൾ എഴുതിക്കുന്നത് അത് എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം, ഐ ഓർ ജെ. ഓക്കെ, അതൊരു കാര്യമില്ല, ഏതാണെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? ഇതാണ് 3 എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടെ ഈ നമ്പേഴ്സ് പഠിച്ചു വെച്ചിരിക്കുക. 114 കോംപ്ലക്സ് കിട്ടണമെങ്കിൽ 114 റിയലും ഈക്വലും ഇത് വേണ്ടിട്ട്, ഇത് നമ്മൾ നേരത്തെ തെറ്റി എഴുതിയല്ലേ, മിസ്റ്റേക്ക് ആയിട്ട്. നിങ്ങൾ അടുത്ത കേസ് നോക്കിയാൽ മതി. എന്താ, 144 156 244. ഓക്കെ, 244 കൊടുത്താൽ കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടും. 156 കൊടുത്താൽ റിയൽ ആൻഡ് ഡിഫറെന്റ് റൂട്ട്സ് കിട്ടും. 144 കൊടുത്താൽ എന്ത് കിട്ടും, അവിടെ നമുക്ക് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് കിട്ടും. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതിലെ പ്രോഗ്രാമിൽ എറർ ഇല്ല. എറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ അത് ചില നമ്പേഴ്സിലെ നമുക്ക് അത് മിസ്റ്റേക്ക് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അത് ഇനിയിപ്പോൾ റെക്ടിഫൈ ചെയ്യണ്ട, കാരണം റെക്ടിഫൈ ചെയ്യുന്ന ബാക്കിയും ഇതാ. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ഇതിൽ ഈ നമ്പേഴ്സിൽ വർക്ക് ചെയ്യുന്നില്ല, ആ നമ്പർ തന്നിട്ട് ചോദിക്കത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമ്മൾ തന്നെ എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു നമ്പേഴ്സ് എൻ്റർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വേറെ പ്രോബ്ലം ഇല്ല അതിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ അതിൽ? വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ അതിൽ. പ്രോഗ്രാംസിൽ വേറെ പ്രോബ്ലം ഇല്ല. ഓക്കെ, നമ്പേഴ്സിൽ വർക്ക് ആവും. നിങ്ങൾ വേറെ ഉണ്ടെങ്കിൽ വേറെ നമ്പേഴ്സ് കൊടുത്ത് നോക്കും, ടൈം ഉണ്ടെങ്കിൽ കൊടുത്ത് നോക്കി നോക്കുക. എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിൽ വരുന്നത്, സോറി, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്കുള്ളത് ഒരു പ്രോഗ്രാം കൂടിയാണ്, ഒന്നല്ല 2 പ്രോഗ്രാംസ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു നോക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ അത് റെക്കോർഡിംഗിൽ ചെയ്തു തരാം. ഓക്കെ, നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൽക്കുക കേട്ടോ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട പ്രോഗ്രാം നമ്മുടെ 5ാമത്തെ പ്രോഗ്രാമാണ്. എന്താണ്? ദാറ്റ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് sin x, then cos x, sin x, cos x, tan x, പിന്നെ കൊസീക്കും ബാക്കിയൊക്കെ ഉണ്ട്. ഓക്കെ, കൊസീക്ക്, സീക്ക്, കോട്ടൊക്കെ എഴുതുന്നുണ്ട്. ഓക്കെ, എന്തായാലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എടുക്കാൻ വേണ്ടി, ഓക്കെ, ട്രിഗ്നോമെട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കേസസ് ആണ്. ഓക്കെ, സോ നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാമല്ലോ പ്രോഗ്രാം. നമ്മൾ പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ന്യൂ ഫയൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിനെ കോപ്പി ചെയ്യുവാണേ. ഓക്കെ, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷനിൽ ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ ജസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാത്ത് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻപുട്ട് വാങ്ങുന്നുണ്ട്, പക്ഷെ ഈ ഒരു ഇൻപുട്ട് എന്തിനാണെന്ന് അറിയാവോ? നമുക്ക് നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും ഡിഗ്രി അല്ല. ഓക്കെ, എന്തായാലും ഒരു യൂസർ റേഡിയോയിലോട്ട് മാറ്റി, നമുക്ക് ഇനിയിപ്പോൾ റേഡിയോയിലോട്ട് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യത്തില്ല, റേഡിയോയിലോട്ട് മാറ്റി എടുക്കത്തില്ല. നമ്മൾ എന്തിൽ മാറ്റി എടുക്കത്തുള്ളൂ? നമ്മളിപ്പോൾ ഡിഗ്രിയിൽ എടുക്കത്തുള്ളൂ, നമ്മളിപ്പോൾ ട്രാക്ടറൊക്കെ നോക്കിയിരുന്ന സമയത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഡിഗ്രിയിലല്ല, അവരെപ്പോഴും റേഡിയൻസിലാണ് മെഷേഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, just we are using a function like code to convert the input degree to radian. അത് ഇവിടെ നിന്ന് വാങ്ങുന്ന ഇൻപുട്ടിനെ, ഡിഗ്രിയിലുള്ള ഇൻപുട്ടിനെ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള എന്ത് ചെയ്യും, നോർമലായിട്ട് അങ്ങ് വർക്ക് ആയിക്കോളും. ഓക്കെ, എന്ത് ചെയ്യും, നേരെ അങ്ങ് വർക്ക് ആവും. ഓക്കെ, അതായത് ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോട്ട് കോൾ ചെയ്യുന്നു. കാരണം നമുക്കറിയാം ആംഗിൾ എപ്പോഴും ഇന്റീജർ വാല്യൂ ആയിരിക്കത്തില്ല, അവിടെ എന്ത് ചെയ്യും, ഡെസിമൽ വാല്യൂസ് വരാം. ഓക്കെ, പോയിന്റ്സ് വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഫ്ലോട്ടിലാണ് വിളിക്കുന്നത്. ദെൻ r ഈക്വൽ ടു എന്ന് വിളിക്കുവാണ്. അതായത് ഇവിടെ വാങ്ങുന്ന x എന്ന വാല്യൂനെ നേരെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് കൺവേർട്ടിംഗ് ഡിഗ്രി ടു റേഡിയൻ. ഓക്കെ, ഡിഗ്രീനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൺവേർട്ടിംഗ് ആയിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ നമുക്ക് എന്താ സൈൻ എക്സ് എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. അത് മാത്ത് ഡോട്ട് സൈൻ ആർ കൊടുത്താൽ എന്ത് കിട്ടും, നമ്മുടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കത്തില്ലേ, സൈൻ 30, അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതായത് സൈൻ എക്സ് ഡോട്ട് എന്ത് ചെയ്യുന്നു, സൈൻ ആർ ഇപ്പോൾ 30 ആണെങ്കിൽ സൈൻ 30 സ്റ്റോർ ആവുന്നു, അത് കോസ് ദെൻ ടാൻ സ്റ്റോർ ആവുന്നുണ്ട്. ഇതിൽ അടുത്തെന്താ ചെയ്യുന്നത്, നമുക്ക് സൈൻ എക്സും കോസ് എക്സും ടാൻ എക്സും എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് നമുക്ക് അവിടെ പ്രിന്റ് ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തു. ഇതില് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ല, പൈതന്നെ റേഡിയൻ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, അതുകൊണ്ട് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. റേഡിയന്റെ നോർമൽ കൺവേർഷൻ ഇക്വേഷൻ എന്താണ്, r is equal to റേഡിയൻ is equal to
pi theta by 180. Okay, theta means angle in degrees in angle in degree. Then ഇതെന്താണ് റേഡിയൻ. ഓക്കെ, പൈ ബൈ 180 into theta. ഓക്കെ, ഇതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റി സൈന്, കോസ്, ടാന്. ഓക്കെ, സൈൻ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്, കോസ് എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആണ്, ടാൻ എന്താണ് സ്ലോപ്പ് ആണ്, സൈൻ ബൈ കോസ് ആണ് ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ സൈനിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ എന്ത് പറയുന്നത് കൊസീക് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കൊസീക് എക്സ്. ഇവിടെ നമുക്ക് കൊസീക് എക്സും സീക് എക്സും കോട്ട് എക്സ് വരെ എടുക്കേണ്ടത്. അപ്പോൾ കൊസീക് എക്സ് മീൻസ് എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു 1 by sin x. ഓക്കെ, എന്താണ് 1 by sin x. ഓക്കെ, 1 by sin x ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. അതായത് സൈൻ എക്സ് 0 അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൊസീക് എക്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്താണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, സൈൻ 0 ആണോ, അതാണ് ഇവിടെ ഇഫിന്റെ ആവശ്യം വന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വരത്തില്ലായിരുന്നു. എന്തുകൊണ്ട് 0 ആണോ ചെക്ക് ചെയ്യണ്ട. പക്ഷെ 0 നമുക്കറിയാം അൺഡിഫൈൻഡ് ആണെന്ന് അറിയാം. ഡിവിഷൻ ബൈ 0 നമുക്ക് അൺഡിഫൈൻഡ് ആണ്. കാരണം കൊസീക് എന്ന് പറയുമ്പോൾ നമുക്ക് 1 by sin x വരും. പക്ഷെ സൈൻ 0 വരത്തില്ല. നമുക്ക് സൈൻ 0 അല്ലേ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, 0 വരാം. ഓക്കെ, 0 ഡിഗ്രി ഒക്കെ 0 വരാം. അപ്പൊ അത് അൺഡിഫൈൻഡ് ആവും. അപ്പൊ അവിടെ എറേഴ്സ് വരും. അപ്പൊ അങ്ങനെ വരായിരിക്കും നമ്മൾ എന്ത് ചെയ്തു, വി ആർ ചെക്കിംഗ് വെദർ ഇറ്റ് ഈസ് 0. സൈൻ 0 ആണോ നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, സൈൻ 0 ചെക്ക് ചെയ്യുന്നു. ഈ നമ്മുടെ എക്സ്ക്ലമേറ്ററി ഈക്വൽ ടു എന്താണ്, നോട്ട് ഈക്വൽ ടു എന്ന. ഓക്കെ, അതായത് സൈൻ നോട്ട് ഈക്വൽ, നമ്മളിങ്ങനെ വെട്ടത്തില്ലേ ഈക്വൽ ടു മുകളിൽ, അതിന്റെ മീനിങ് ആണ് ഈ ഒരു ഇതെന്ന്. അപ്പൊ സൈൻ നോട്ട് ഈക്വൽ ടു 0, സൈൻ 0 അല്ല. ഓക്കെ, സൈൻ 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വരണം, അവിടെ കൊസീക്ക് നമുക്ക് എടുക്കാൻ പറ്റും. കൊസീക്ക് എക്സ് 1 by sin x. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ തന്നെ നമുക്ക് ലൂപ്പിംഗ് അവിടെ കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് എൽസ്, അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാം, അത് 0 ആണെങ്കിൽ അവിടെ കേറണ്ട. ഓക്കെ, എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് cosec x equal to undefined, നമുക്ക് ഡിഫൈൻഡ് അല്ല. ഓക്കെ, അടുത്ത അതുപോലെ എന്ത് ചെയ്യണം, അടുത്ത നമ്മുടെ cos x ലോട്ട് വരുന്നുണ്ട്. cos x 0 ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യണ്ട. 0 ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യാം. ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, അൺഡിഫൈൻഡ് വരണം. ടാന്റെ കേസിൽ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അത്രയും കേസാണ് എന്ത് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ ജസ്റ്റ് ഫയലിൽ പോകുന്നു, സേവ് ചെയ്തല്ലോ നേരത്തെ. നമുക്ക് ട്രിഗ്നോമെട്രി സേവ് ചെയ്യാം. trigonometry.py. ആ py ഒക്കെ ഇവിടെ കൊടുത്തോളേ അതില്. റൺ മോഡ്യൂൾ ഡിഗ്രിയിൽ ഞാനിപ്പോൾ 30 കൊടുക്കുവാണ്. 30 ദെൻ എൻ്റർ കൊടുത്തു. കണ്ടോ, 30യുടെ സമയത്ത് എല്ലാം അവിടെ വർക്കിംഗ് ആയി. ഓക്കെ, എല്ലാം അവിടെ നമുക്ക് ആംഗിൾസ് വന്നിട്ടുണ്ട്. കാരണം 0 അല്ലല്ലോ, 30 അല്ലേ കൊടുത്തത്. അതിനെ റെഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് 0 കൂടി കൊടുത്തു നോക്കാം എന്ത് വരുന്നുണ്ടെന്ന് നോക്കാനായിട്ട്. എഗെയിൻ റൺ മോഡിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ 0 കൊടുത്തിട്ടൊന്ന് എന്ത് കൊടുക്കുവാണേ. കണ്ടോ, ബാക്കിയെല്ലാം അൺഡിഫൈൻഡാ. കോസിൽ മാത്രം, കോസിലെ 0, കോസ് 0 1 അല്ലേ, അപ്പൊ അത് മാത്രം വർക്ക് ആവും. ബാക്കിയെല്ലാം എന്താണ്, അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ വരുന്നത്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോർഡിനേറ്റ്സിൻ്റെ കേസാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ പ്രോഗ്രാമിലോട്ട് പോവാം. സോ ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്ലാസിഫൈ എ പോയിന്റ് ആസ് എക്സ് ആൻഡ് വൈ. കോർഡിനേറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, പ്രോഗ്രാം ടു ക്ലാസിഫൈ എ പോയിന്റ്. ഓക്കെ, പ്രോഗ്രാം ടു ക്ലാസിഫൈ പോയിന്റ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ പോയിന്റ് എന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വർക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്, നമ്മുടെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതാണ് കോർഡിനേറ്റ്സ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഏതാണ് കോർഡിനേറ്റ്സ് വാല്യൂസ് എന്ന്. പോയിന്റ്സ് എവിടെ വരുന്നത്, 4th ക്വാഡ്രന്റ് ആണോ 3rd ക്വാഡ്രന്റ് ആണോ, അങ്ങനത്തെ കേസിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, വി ആർ ടേക്കിംഗ് ദ എക്സ് ആൻഡ് വൈ വാല്യൂസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മുടെ എക്സ് ആൻഡ് വൈ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നോക്കുന്നുണ്ട്. അതായത് റൈറ്റ് എ പ്രോഗ്രാം ടു ക്ലാസിഫൈ ദി ഗിവൻ പെയർ ഓഫ് കോർഡിനേറ്റ്സ് ആസ് പോയിന്റ് ഒറിജിൻ ആണോ, ദെൻ എക്സ് ആക്സ് ആണോ, വൈ ആക്സ് ആണോ. ഓക്കെ, അങ്ങനത്തെ കേസ് നമ്മൾ എന്ത് അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൽ
ഫസ്റ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ടേക്കിംഗ് ദ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് എടുക്കുന്നുണ്ട്, എക്സും വൈയിൽ നമ്മൾ ഇൻപുട്ട് എടുക്കുന്നുണ്ട്. ദെൻ ഫസ്റ്റ് കേസിൽ ഇൻപുട്ട് എടുത്തു. ദെൻ സെക്കൻഡ് കേസിൽ നമ്മളവിടെ ഇത് 0 0 ആണ് നോക്കുന്നുണ്ട്. അത് എക്സിന്റെ വാല്യൂ 0 ആണോ വൈയുടെ വാല്യൂ 0 ആണോ. അപ്പൊ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ 0 മീൻസ് നമുക്കറിയാം ഓർഡർഡ് പെയർ 0 0. ഓക്കെ, ഓർഡർഡ് പെയർ 0 0 എവിടെ വരും, ഒറിജിൻ പോയിന്റ് അല്ലേ. നമ്മളിങ്ങനെ കോർഡിനേറ്റ്സ് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിൻ പോയിന്റ് ആണ് 0 0 എന്ന് പറയുന്നത്. എക്സും 0 ആണ്, വൈയും 0 ആണ്, 0 0 എന്ന് പറയുന്നത്. അവിടെ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു 0. ദെൻ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് വാല്യൂ 0 ആയി പോയാൽ ഇത് കംപ്ലീറ്റ് 0 ആയി പോകുന്നുണ്ടെങ്കിൽ പോയിന്റ്സ് എവിടെയായിരിക്കും, കോർഡിനേറ്റ്സ് എവിടെയായിരിക്കും, ഇത് ഈസ് ലൈങ് കൊണ്ട് y ആക്സിസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വരണം, ഇതിപ്പോ നമ്മുടെ ലാഡർ ആണ്. ഓക്കെ, ഇഫ് എൽസ് ഇഫ് ലാഡർ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അടുത്ത y is equal to 0 വന്നാൽ പോയിന്റ് എക്സ് ആക്സിലായിരിക്കും. ഇനി എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരുന്നു, വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരുന്നുണ്ട്. ഓക്കെ, നമ്മളവിടെ എന്തെടുക്കുന്നുണ്ട്, ഇതിനകത്ത് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആൻഡ് ഓപ്പറേറ്റർ നമ്മൾ എന്തുണ്ട് അവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ആൻഡ് ഓപ്പറേറ്റർ യൂസ് നമ്മൾ എന്ത് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, നമുക്ക് ഓറും ആൻഡും ഉണ്ടല്ലോ. ഓക്കെ, ഗേറ്റ്സ് ഓപ്പറേറ്റേഴ്സ്, ലോജിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഗേറ്റ്സ് അല്ല, ലോജിക് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് കറക്റ്റ് ആണെങ്കിൽ, ഓക്കെ, രണ്ടും കറക്റ്റ് ആണെങ്കിൽ എവിടെ കയറണം, ഇറ്റ് ലൈസ് ഓൺ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി അടുത്ത് എക്സ് ലെസ് ദാൻ 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 0 വരുന്നെങ്കിൽ പോയിന്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, തിരിച്ചടുത്ത് എക്സ് ലെസ് ദാൻ 0 വൈ ലെസ് ദാൻ 0 ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ എക്സിന്റെ വൈയുടെ വാല്യൂസ് കൊടുക്കുക, ഏത് ക്വാഡ്രന്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇതുകൂടി ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഫയല് സേവ് അല്ലെങ്കിൽ കൺട്രോൾ എസ് കൊടുത്താലും മതി. ജസ്റ്റ് xy.py കൊടുക്കുവാണേ. then run option, run module, x coordinate എൻ്റർ ചെയ്തു, 2 എന്ന് കൊടുത്തു. then enter y coordinate, ഞാൻ 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. that is the point slice in the first quadrant അല്ലേ. x value 2, x value 2 means എവിടെ വരും, ഇവിടെ വരും. ഓക്കെ, x value 2, y value 7, സോറി y value 7 തന്നെയല്ലോ, ഇവിടെ വരും, ഇവിടെ വരും, അതായത് ഇതിനകത്ത് വരും. ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇതാണ് 4 ക്വാഡ്രന്റ്സ് വരുന്നത്. നമ്മൾ ഓരോ വാല്യൂസ് ഒന്ന് നോക്കിയാൽ മതി, അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ടോട്ടലി 5 പ്രോഗ്രാംസ് 5 6 പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടലി 6 പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറഞ്ഞതിലോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലോ അത് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബാക്കി പ്രോഗ്രാംസ്, ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡിഫറെന്റ് കോളേജസ്, ഓരോ കോളേജിലും പല രീതിയിൽ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാ ഒരു ബേസിക് ഇതിനകത്തുണ്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി ഉള്ളതിന്റെയും ബേസിക് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോ വേർഡിങ്സിൽ വ്യത്യാസം വരാം. നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു കോളേജിൽ കൊടുത്ത ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിയാൽ മതി, കണ്ടോ കുറച്ച് വേർഡ്സ്. ഇപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ബാക്കി മെത്തേഡ്സ് എല്ലാം സെയിം തന്നെയാണ്, ചിലതിൽ എന്ത് ചെയ്യുന്നത് ചെറിയ വ്യത്യാസം. ഓക്കെ, ഇവിടെ പാർട്ട് 1 പാർട്ട് 2 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ R1 R2 കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൊന്നും വേറെ വ്യത്യാസമില്ല. സൈനക്സും കോസെക്സും ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ അവിടെ നമ്മളിപ്പോൾ R1 മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിൾ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ആംഗിൾ എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ചോദിക്കുക, എങ്കിലും നമുക്ക് വേണ്ടി എന്ത് ചെയ്യാവുന്ന ഡിസ്കഷൻ ചെയ്യാം. ഇതിപ്പോ പ്രോഗ്രാം ടു ഫൈൻഡ് സം ഓഫ് ഡിജിറ്റ് ഓഫ് എ ഗിവൺ നമ്പർ. ഓക്കെ, സം ഓഫ് ഡിജിറ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡിജിറ്റിന്റെ സം എടുക്കാനായിട്ട്. ഓക്കെ, ടോട്ടൽ സം എത്രയാണ്, ഓക്കെ, ഒരു നമ്പറിന്റെ ടോട്ടൽ സം ഒരു ഇൻഡിജർ എൻ്റർ ചെയ്യുന്നു, അതിന്റെ സമ്മേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ടുകൾ ചോദിക്കേ. then classify pair of coordinates. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓരോ കോർഡിനേറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഇപ്പോൾ -3 0 എന്നുള്ളത് ഏത് ആക്സ് ആയിരിക്കും, ഇതിപ്പോൾ എക്സ് ആക്സ് ആണോ y ആക്സ് ആണോ, പിന്നെ അതുപോലെ ക്വാഡ്രന്റ് കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ക്വാഡ്രന്റ് മാത്രമേ നമ്മൾ ഔട്ട്പുട്ട് കാണിച്ചിട്ടുള്ളൂ, ഏത് ആക്സസ് ആണ് നമ്മൾ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കാണിക്കുന്നില്ല, പ്രിന്റ് കൊടുത്തിരിക്കുന്നു തോന്നുന്നു. ഓക്കെ, അല്ല ക്വാഡ്രന്റ് അല്ല, നമ്മുടെ 2 എണ്ണം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് 2 എക്സാമ്പിൾസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 0 കൊടുക്കുമ്പോൾ എക്സ് ആക്സ് എന്ന് പറഞ്ഞിട്ട് വരും 0 - 3. പിന്നെ ക്വാഡ്രന്റ് ഇത് 2 കൊടുത്തിട്ട് ക്വാഡ്രന്റ് കാണിക്കും. ഓക്കെ, ഒറ്റ വെച്ച് ക്വാഡ്രന്റ് ഇടില്ല, ആക്സസ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
നമ്മളിപ്പോൾ സ്ക്വയറും ക്യൂബും സ്ക്വയർ റൂട്ടൊക്കെ ഡിറ്റർമിൻസിന്റെ കേസസ് എക്സ്പ്ലെയിൻ ചെയ്തു. then അതുപോലെ തന്നെ ലോഗ് ആൻഡ് ലോഗ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ആ ഒരു ഇമ്പോർട്ട് മാത്ത്, ഓക്കെ, മാത്ത് കൊടുക്കുമ്പോൾ ചില നമ്മുടെ കമ്പയറേഴ്സിനകത്ത് വർക്ക് ചെയ്യും, ബട്ട് അത് ഒരു കറക്റ്റ് മെത്തേഡ് അല്ല. നമ്മുടെ ലൈബ്രറി ഫംഗ്ഷൻസ് അവിടെ കോൾ ചെയ്തിരിക്കണം. ഓക്കെ, അത് ക്രൈറ്റീരിയയിൽ ഉള്ളതാണ്. ഓക്കെ, അത് കോൾ ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ നോക്കുക. ദെൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു പൈതൺ ലാംഗ്വേജും നമ്മുടെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വൈവാസ്, ഓക്കെ, വൈവ ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് തിയറിയൊക്കെ പഠിച്ച കാര്യം തന്നെ ചോദിക്കുന്നത്. പിന്നെ ഇതിന്റെ വർക്കിംഗ് ആണ് കൂടുതൽ ചോദിക്കുന്നത്, തിയറി ഒന്നും ചോദിക്കത്തില്ല കൂടുതലും. പിന്നെ ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എന്തിനാ അവിടെ വിളിക്കുന്നു, അങ്ങനത്തെ ഒരു മെത്തേഡാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പോൾ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് എന്താണ്, അങ്ങനത്തെ കേസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത്രയും ഞാൻ കറക്റ്റ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് എന്ന് പറയുന്നില്ല, കാരണം ഇതിന് ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, കറക്റ്റായിട്ട് പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇനി ഇങ്ങോട്ട് ഉള്ള ഇതിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാതെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ.